Hi, dear students. Good morning. Okay. Engineering module exam day question discussion ആണ് ഡിസ്കഷൻ മൊഡ്യൂൾ 3 ചാപ്റ്റേഴ്സ് സോളിഡ് സ്റ്റേറ്റ് സൊല്യൂഷൻസ് കോർഡിനേഷൻ കോമ്പൗണ്ട് അതുപോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സ് സർഫസ് കെമിസ്ട്രി അല്ലേ ആ എല്ലാം 5 ചാപ്റ്റേഴ്സ് ഉണ്ട് സോളിഡ് സൊല്യൂഷൻ കോർഡിനേഷൻ കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് സർഫസ് കെമിസ്ട്രി അപ്പം നമുക്കതിൻ്റെ പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് എൻ്റർ ചെയ്യാം റെഡി അല്ലേ പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് എൻ്റർ ചെയ്യാം കൂടുതൽ സമയം നമ്മൾ വേസ്റ്റ് ആക്കേണ്ടതില്ലല്ലോ ഓക്കെ നൗ ഫസ്റ്റ് ക്വസ്റ്റ്യൻ the statement 1 statement 2 അല്ലേ antiferromagnetic substances possess zero magnetic moment statement 2 MnO is an antiferromagnetic substance ഇവിടെ ടോപ്പിക് എവിടെ മനസ്സിലായി നിങ്ങൾക്ക് നമ്മളെ സോളിഡ് സ്റ്റേറ്റിലെ ലാസ്റ്റ് പാർട്ട് ഉണ്ട് മാഗ്നറ്റിസം which arises due to movement of electron then 5 types para dia ferro ferri antiferro അതിൽ പാര ഡയ മീൻസ് സിംഗിളി അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ആൻഡ് ആബ്സൻസ് ആണ് വീക്ക് റിപ്പൾഷൻ വീക്ക് അട്രാക്ഷൻ ആണ് എന്നാൽ ഫെറോ ആൻഡ് ഫെറി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഡൊമൈൻസ് ആണ് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വിത്ത് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് വരുന്ന കാറ്റഗറിയാണ് അല്ലെ ആന്റി ഫെറോയും ഫെറോയും തമ്മിൽ മാറ്റം എന്താണ് ഇനി ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിലാണെങ്കിൽ ഫെറോയിലാണെങ്കിൽ എങ്ങനെയാ ഓൾ മാഗ്നറ്റിക് ഡൊമൈൻസ് ആർ അലൈൻഡ് ഇൻ വൺ ഡയറക്ഷൻ they are strongly attracted in the applied magnetic field strongly attracted in the applied magnetic field ഏതില് ഫെറോയില് ആന്റി ഫെറോ ആകുന്ന സമയത്തോ ഇറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സോ നെറ്റ് മൊമെന്റ് എത്ര വരിക നെറ്റ് മൊമെന്റ് 0 വരും സോ പോസസ് സീറോ മാഗ്നറ്റിക് മൊമെന്റ് they are strongly repelled out from the field അതിന് എക്സാമ്പിൾ ആണ് ആര് MnO is an example for antiferromagnetic substance ferromagnetic എക്സാമ്പിളോ അയൺ കൊബാൾട്ട് നിക്കൽ ഫെറോക്ക് എക്സാമ്പിൾ ആയിരുന്നു അയൺ കൊബാൾട്ട് നിക്കല് അയൺ ഇസ് മോർ ഫെറോ മാഗ്നറ്റിക് ദാൻ കൊബാൾട്ട് ദാൻ നിക്കല് ഇത് ഏതിലാണ് ഫെറോയിലാണ് ഫെറോന്റെ എക്സാമ്പിൾ ആണ് സോ എക്സാമ്പിൾസ് ഒന്ന് റിഫ്രഷ് ചെയ്യട്ടല്ലോ ഓക്കെ അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്തുകൊണ്ട് 0 ആയി മൊമെന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത് ഡൊമൈൻസ് ഈക്വലി ആൻഡ് ഓപ്പോസിറ്റ്ലി പാരലൽ അല്ല ആന്റി പാരലൽ അലൈൻമെന്റ് ആവുന്നിട്ടുള്ള അല്ലേ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അലൈൻമെന്റ് ആയതുകൊണ്ടാണ് 0 ആയത് അല്ലാണ്ട് MnO അതിന് എക്സാമ്പിൾ ആയതുകൊണ്ടല്ല 0 ആയത് So statement 1 is true, 2 is true, but 2 is correct explanation alla. 1 is true, 2 is true, 2 is not a correct explanation. Option B is the answer. So B is the answer. Okay. Confusion ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ നമുക്ക് ഡൗട്ട് ചർച്ച ചെയ്യാം കേട്ടോ ശരി now next one. Units having crystallographic dimensions A not equal to B not equal to C, alpha equal to gamma equal to 90, beta not equal to 90. ഇതാണ് എന്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ ഇവിടെ നമ്മുടെ സോളിഡ് സ്റ്റേറ്റിൽ തന്നെ സെൽ ഡയമെൻഷൻസിൻ്റെ ബേസിലാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇത് ആ കോഡിങ് അല്ലേ CT or HMT കോഡ് ചെയ്ത് പഠിച്ചിട്ടില്ലേ CT or HMT ഞാൻ അങ്ങനെ ഓർത്ത് നോക്കില്ലേ CT or HMT ക്യൂബിക് ടെട്രണൽ ഓർത്തോറോംബിക് റോംബോഹൈഡ്രൽ ഹെക്സണൽ മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക് ഓക്കെ അവിടെ ഡയമെൻഷൻസ് വരിക A equal to B equal to C, A equal to B not equal to C, A not equal to B not equal to C. അതുപോലെ തന്നെ A equal to B equal to C, A equal to B not equal to C and A not equal to B not equal to C. കണ്ടോ 1 2 3 ഫോർമാറ്റ് ആയില്ലേ ആൻഡ് ഫൈനലി A not equal to B not equal to C. ഓക്കെ ഇനി ആൽഫ ബീറ്റ ഗാമ റിലേഷൻ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 again alpha equal to beta equal to gamma equal to 90 ഇതാണ് ഫസ്റ്റ് 3 ഓക്കെ then alpha equal to beta equal to gamma not equal to 90 അടുത്ത alpha equal to beta equal to 90 not equal to gamma അവിടെ ഗാമയുടെ വാല്യൂ 120 ആണ് വരിക ആൻഡ് അടുത്തത് ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 നോട്ട് ഈക്വൽ ടു ബീറ്റ ആൻഡ് ഫൈനലി ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഇതാണെന്ത് ആ റിലേഷൻസ് അതിൽ നമ്മൾ ചോദിച്ചതാണ് A നോട്ട് ഈക്വൽ ടു B നോട്ട് ഈക്വൽ ടു C അത് ഓർത്തോറോമിക് ആവാം അതുപോലെ തന്നെ മോണോക്ലിനിക് ആവാം ട്രൈക്ലിനിക് ആവാം പിന്നെയോ ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ആൻഡ് നോട്ട് ഈക്വൽ ടു ബീറ്റ ഓപ്ഷൻ മോണോക്ലിനിക് ആണ് ആൻസർ മോണോക്ലിനിക് ആണ് വരിക ഈ കോഡ് മറക്കണ്ട പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലാത്തതുണ്ടെങ്കിൽ കോഡ് ചെയ്തോളൂ CT or HMT ഓക്കെ Now next question,
Lithium has BCC structure. Its density is 530 kilogram per meter cube and its atomic mass is 6.94 gram per mole. Now calculate edge length of unit cell of lithium metal. ഇപ്പോൾ ഇവിടെ ഡെൻസിറ്റി ഗിവൺ ആണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 530 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാ പറഞ്ഞത്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ അതിന് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യണം. സിമ്പിൾ അല്ലേ? നമുക്കാണ് ഇങ്ങനെ പറഞ്ഞാലും മതി. 1 മീറ്റർ ക്യൂബിനകത്ത് 530 കിലോഗ്രാം ഉണ്ട്. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1000 ഡെസിമീറ്റർ ക്യൂബ് ആണ്. കണ്ടെയ്നിങ് 530 into 10⁻³ ഗ്രാം. ശരിയല്ലേ? ഈ 10⁻³ 1 ഡെസിമീറ്റർ ക്യൂബ് മീൻസ് 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. സോ ഇറ്റ് ഈസ് 10⁻³ into 10⁻³ അല്ലേ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് കണ്ടെയ്നിങ് 530 into 10⁻³ ഗ്രാം. ശരിയല്ലേ? ഒരു 10⁻³ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്താ പറയാം? ആ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് പറയുമ്പോൾ 1 സെന്റിമീറ്റർ ക്യൂബിന്റെ വെയിറ്റ് പറ. ഇറ്റ് ഈസ് 530 ഡിവൈഡഡ് ബൈ 10⁻³. ഇറ്റ് ഈസ് 0.53. ഓക്കെ, സോ 0.53 ആണ് ലിഥിയത്തിന്റെ ഡെൻസിറ്റി. എനിവേ ഡെൻസിറ്റി ഗിവൺ ആണ്. ഡെൻസിറ്റി 530 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതിന് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റുക. അതെന്തിനാ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റുന്നത്? എന്തിനാ? അവിടെ നമ്മൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ യൂസ് ചെയ്യും. D is equal to Zm by A cube into Na അല്ലേ? A cube into Na. Zm by A cube into Na. ഇതിൽ ഒന്ന് മോളാർ മാസ് ഗ്രാം പെർ മോളിലാണ് ഉള്ളത്, മാസ് ഗ്രാമിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഡെൻസിറ്റിയും ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ ഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിട്ട് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഫൈനലി നമുക്ക് പൈക്കോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എനിവേ യു ക്യാൻ യൂസ് യുവർ ഓൺ ഓപ്ഷൻസ്, യുവർ ഓൺ ചോയ്സ് യൂസ് ചെയ്യാം. സോ ഡെൻസിറ്റി ഗിവൺ ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ്. നമുക്ക് ഡെൻസിറ്റി അല്ല കണ്ടുപിടിക്കേണ്ടത്, Zm by A cube into Na എന്നാണ്. ഓക്കെ, അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എഡ്ജ് ലെങ്ത് കണ്ടുപിടിക്കണം. സോ A cube is equal to Zm by density into Na or A is equal to എന്ത് കാണണം? എഡ്ജ് ലെങ്ത് അല്ലേ കണ്ടുപിടിക്കണ്ടേ? ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. ക്യൂബ് റൂട്ട് ഓഫ് ആ ഇക്വേഷൻ പറഞ്ഞു. ഇനി നിങ്ങൾ സോൾവ് ചെയ്യുക, സമയത്ത് ചെയ്തോളൂ. D into Na ശ്രദ്ധിച്ചാൽ മതി. മോളാർ മാസ് ഗ്രാം പെർ മോളിലാണ് ഉണ്ടാവുക. Z നമ്പർ അല്ല. ഫോർ BCC വാട്ട് ഇസ് ദ Z വാല്യൂ? ഇറ്റ് ഈസ് 2 ആണ്. ഡെൻസിറ്റി ഗിവൺ ആണ്. അറ്റോമിക് മാസ് 6.94 ഗ്രാമിലാണ്. ഡെൻസിറ്റിന് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണുള്ളത്. കിട്ടേണ്ട ആൻസർ പൈക്കോമീറ്ററിലാണ്. അപ്പോൾ ഒന്നുകിൽ ഡെൻസിറ്റിനെ ഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുക, അവകരണം നമ്പർ അസിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ മാസ് എന്തായാലും ഇതിൽ വരണം. മറ്റത് മീറ്ററിലായാലും സെന്റിമീറ്ററിലായാലും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ വരേണ്ട പൈക്കോമീറ്ററിലാണ് വരേണ്ടത്. ഓക്കെ, പക്ഷെ മാസ് എന്തായാലും എന്ത് വരണം? ഒന്ന് ഗ്രാം പെർ മോളാണ് മോളാർ മാസ് ഉള്ളത്. ഡെൻസിറ്റിയോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലേ? അതിനൊന്നെങ്കിൽ ഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റുക. യുവർ ചോയ്സ് കേട്ടോ. സോൾവ് ചെയ്യുക. സോ വിൽ ഗെറ്റ് എത്ര ആൻസർ? 350 പൈക്കോമീറ്റർ വരുന്നുണ്ടോ നോക്കുക. 350 പൈക്കോമീറ്റർ വിൽ ബി ദി ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് പെർ ആറ്റം പ്രസൻസ് atoms present in a cubic closed bracket structure is. നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്പർ ഓഫ് വോയിഡ്സിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ NCERT കൊടുത്തൊരു ഭാഗമുണ്ട്. ലൊക്കേറ്റിംഗ് ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നൊരു ടോപ്പിക് കാണാം. ലൊക്കേറ്റിംഗ് ടെട്രാഹെഡ്രൽ ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്. അതിൽ ഒരു FCC യൂണിറ്റ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ കൺസിഡറിങ് FCC യൂണിറ്റ് സെല്ല്, ആ FCC യൂണിറ്റ് സെല്ലിൻ്റെ എല്ലാ എഡ്ജിലും അതുപോലെ തന്നെ ബോഡി സെൻറ്ററിലുമായിട്ട് ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടായിരിക്കും. ഒക്ടാഹെഡ്രൽ ഫോർ FCC, ഇഫ് യു ആർ കൺസിഡറിങ് FCC യൂണിറ്റ് സെല്ല്, ഒക്ടാഹെഡ്രൽ വോയിഡ് പ്രസന്റ് അറ്റ് 2 ലൊക്കേഷൻസ് ആണ്. വണ് എഡ്ജ്, ദെൻ ബോഡി സെൻറ്റർ. എഡ്ജ് സെൻറ്ററും ബോഡി സെൻറ്ററും. ഈ എഡ്ജ് സെൻറ്റർ 12 എഡ്ജസ് ഉണ്ട്. ഇൻറ്റു ഫ്രം 1 എഡ്ജ് സെൻറ്റർ ഇറ്റ് ഇസ് 1/4, so it is 3, and body center 1 into 1 it is equal to 1. So there are 4 octahedral void per unit cell of FCC, and we know for FCC that is equal to 4. So for a unit cell of FCC with the 4 particles, there are 4 octahedral void. അപ്പോൾ
എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ ലാറ്റിസിൽ അത്ര തന്നെ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടായിരിക്കും. ശരിയല്ലേ? നമ്പർ ഓഫ് വോയിഡ്സ് പെർ ആറ്റം എന്ന് പറഞ്ഞാൽ the number of voids per atom for 4 particles there are 4 voids. 4 ആണ് 4. അപ്പോൾ ഒന്നിന് 1. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. മനസ്സിലായോ? ഇനി ടെട്രാഹീഡ്രൽ വോയിഡ് ആണെങ്കിലോ അതിന് 2 ലൊക്കേഷൻ ഉണ്ട്. ടെട്രാഹീഡ്രൽ വോയിഡിന്റെ ലൊക്കേഷൻ 2 അല്ല, ഒന്നേ ഉള്ളൂ. ഈച്ച് 1/8 പാർട്ട് കണ്ടെയ്ൻ ഈച്ച് 1/8 ഓഫ് FCC containing 1 tetrahedral void എന്ന് നമ്മൾ പറയാം അല്ലേ? Each 1/8 part contain 1 tetrahedral void. So there are 8 part, 8 into 1 is equal to 8 voids. For FCC, Z is equal to 4. For 4 particles, there are 8 tetrahedral void. For a 4 particles, there are 8 tetrahedral void. So for a lattice with n particles, there are 2 n tetrahedral voids and n octahedral void. ഓക്കെ. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്പർ ഓഫ് ഒക്ടാഹൈഡ്രൽ വോയിഡ് ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ട്വൈസ് ആണ് എന്ത് വരിക? ടെട്രാഹൈഡ്രൽ വോയിഡ് വരിക. കേട്ടല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി a metal crystallizes with a face centered cubic lattice. Metal crystallizes with a FCC. Now the edge length of unit cell is 408 picometer. The diameter of the metal is diameter കണ്ടുപിടിക്കുന്ന diameter. Okay. നമുക്ക് മെറ്റൽ ക്രിസ്റ്റലൈസസ് ഇൻ FCC. ഫോർ FCC എഡ്ജ് ലെങ്ത് എ ഗിവൺ എത്രയാ? ഇറ്റ് ഈസ് 408 picometer. നൗ ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ യൂണിറ്റ് സെൽ, ഡയമീറ്റർ ഓഫ് ദ മെറ്റൽ ആറ്റം. ആൻഡ് ഫോർ FCC യൂണിറ്റ് സെൽ എഡ്ജ് ലെങ്ത് ആൻഡ് റേഡിയസ് റിലേഷൻ വി നോ ഇറ്റ് ഈസ് 2√2r. ശരിയല്ലേ? A is equal to 2√2r. A is equal to 2√2r. or we know 4r is equal to √2 എന്ന് പഠിച്ചിട്ടുണ്ടാവും. 4r is equal to √2a. or again നമുക്ക് എന്ത് ചെയ്യാം? ഈ √2 അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡയമീറ്റർ മീൻസ് 2r അല്ലേ? 2r ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് a/√2. a/√2 ആണ് കിട്ടേണ്ട വാല്യൂ. എത്രയാ? ഇറ്റ് ഈസ് 408 by√2 is equal to 2r. സോ 408/√2 ആണ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്ര വാല്യൂ വരിക? ഇറ്റ് ഈസ് 408 ഡിവൈഡഡ് ബൈ √2 എത്രയാ? 1.414 അല്ലേ വരിക? സോ 1.414 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? സോ 408/1.414 ചെയ്ത് നോക്കൂ, ആൻസർ കിട്ടും കേട്ടോ. ഇറ്റ് ഈസ് ഐ തിങ്ക് ഇറ്റ് ഈസ് എത്ര വരിക? 400/1.5. 1.5 മീൻസ് 3/2 അല്ലേ? അപ്പോൾ അത് ബൈ 3/2 അപ്പോൾ ഇൻറ്റു 2 അപ്പോൾ 800/3. സോ ഇറ്റ് ഈസ് 288 അറൗണ്ട് ഉണ്ടാവും അല്ലേ? ഓക്കെ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a calcium fluoride having a fluoride structure, the coordination number for calculation of calcium ions Ca2+ and fluoride ions. കാൽസ്യം ഫ്ലൂറൈഡ് സ്ട്രക്ചർ ഏതാണ്? ഫ്ലൂറൈറ്റ് സ്ട്രക്ചർ ആണ്. ഇതുപോലെ നമ്മൾ ഒരുപാട് സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. NaCl റോക്ക് സാൾട്ട് സ്ട്രക്ചർ, സീഷ്യം ക്ലോറൈഡ് സ്ട്രക്ചർ, കാൽസ്യം ഫ്ലൂറൈഡ് ഫ്ലൂറൈറ്റ് സ്ട്രക്ചർ, Na2O ആന്റി ഫ്ലൂറൈറ്റ്, ഇങ്ങനെ ഒരുപാട് ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിൽ കാൽസ്യം ഫ്ലൂറൈഡിന്റെ കേസിൽ എന്താണ്? ഫ്ലൂറൈറ്റ് ആണ്. വേർ കാൽസ്യം 2+ ions forms FCC lattice and fluoride ions are at tetrahedral voids. Calcium forms FCC lattice and fluoride ions are tetrahedral void. Since fluoride ion is tetrahedral void ലാണ് അല്ലേ? ഫ്ലൂറൈഡ് അയോൺ എവിടെയാണ്? ഇൻസൈഡ് ദി ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്. ഈ ടെട്രാഹെഡ്രൽ വോയിഡ് ആരാ ഫോം ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ് ഈസ് സിംപ്ലി ഫോംഡ് ബൈ കാൽസ്യം അയോൺസ് ആണ്. സോ ഫ്ലൂറൈഡ് അയോൺ എവിടെയാ? ഇറ്റ് ഈസ് ഇൻ എ ടെട്രാഹെഡ്രൽ വോയിഡ് ദാറ്റ് ഈസ് ഫോംഡ് ബൈ കാൽസ്യം അയോൺ. So each fluoride ion is surrounded by 4 calcium ions that forming the tetrahedral void. Tetrahedral void form ചെയ്യുന്ന 4 calcium ionsന്റെ നടുക്കാണ് ആര് വരിക? ഫ്ലൂറൈഡ്. So the coordination number of fluoride is 4. It is surrounded by 4 calcium ions. ഫ്ലൂറിൻ്റെ കിട്ടി. ഇനി കാൽസ്യത്തിൻ്റെതോ? കാൽസ്യം ഈസ് ഫേസ് കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് ഫേസ് സെൻറ്റേഴ്സ് ഉണ്ടാവും. കോർണറിലുണ്ടാവും, ഫേസ് സെൻറ്ററിലുണ്ടാവും. And again we know when an FCC unit cell divided into 8 pieces, each 1/8 part containing 1 tetrahedral void. Each 1/8 part containing 1 tetrahedral void. അങ്ങനെയാണല്ലോ വരിക.
ഓരോ 1/8 എന്ത് വരും, ഓരോ ടെട്രാഹൈഡ്രൽ വോയിഡ് വരും. അങ്ങനെയെങ്കിൽ ഒരു കോർണറിന് അറൗണ്ട് നമുക്കറിയാം, 1 കോർണറിന് അറൗണ്ട് ആയിട്ട് 8, ഒരു കോർണർ പാർട്ടിക്കിൾ അറൗണ്ട് ആയിട്ട് 8 യൂണിറ്റ് സെൽസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുക, ഫ്രം ദ കോർണർ ദ പാർട്ടിക്കിൾ കോൺട്രിബ്യൂഷൻ ഈസ് 1/8 എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ സോ 1 പാർട്ടിക്കിൾ അറ്റ് ദ കോർണർ ഈസ് സറൗണ്ടഡ് ബൈ 8 യൂണിറ്റ് സെല്ല്. ശരിയാണല്ലോ. ഈ 8 യൂണിറ്റ് സെല്ലിനെ നമ്മൾ എഗെയിൻ 8 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമൺ കോർണർ കോമൺ ആയിട്ട് വരുന്ന 8 1/8 പാർട്ടുകൾ നമുക്ക് അതിന് അറൗണ്ട് കിട്ടും. അഥവാ 1 പാർട്ടിക്കിൾ അറ്റ് ദ കോർണർ ഈസ് സറൗണ്ടഡ് ബൈ 8 യൂണിറ്റ് സെൽസ്. ആ 8 യൂണിറ്റ്സിൽ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം കോർണർ കോമൺ ആയിട്ട് വരുന്ന 8 1/8 ക്യൂബാളിന് കിട്ടും. മീൻസ് കുഞ്ഞു 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 ക്യൂബാൾ 8 നമ്പർ കിട്ടും. ആ ഓരോ 1/8 എന്തുണ്ട്, ഓരോരോ ടെട്രാഹൈഡ്രൽ വോയിഡ് ഉണ്ടായിരിക്കും. ശരിയല്ലേ. ആ വോയിഡിനകത്ത് ആരുണ്ടാവും, ഫ്ലൂറൈഡ് അയോൺസ് ഉണ്ടാവും. സോ ഈച്ച് കാൽസ്യം അയോൺ ഈസ് സറൗണ്ടഡ് ബൈ 8 fluoride ions. 8 fluoride ions. So the coordination number of calcium and fluorine etraya, it is 8 and 4. Option C is the answer. Calcium surrounded by 8 fluoride ions, fluorine surrounded by it is 4 calcium ions. മനസ്സിലായോ. Fluorine is inside the tetrahedral void ആണ്. So it is 4. Calcium is lattice forming ആണ്. And the corner as well as the face center ഉണ്ടാവുക. അതുപോലെ തന്നെ ഫേസ് സെൻറ്റർ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു ക്യൂബിനെ 8 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫേസ് സെൻറ്റർ കോമൺ ആയിട്ട് വരുന്ന സെയിം ക്യൂബിനകത്ത് 4 1/8 പാർട്ട് ഉണ്ടാവും. ദെൻ ആ ഫേസിൻ്റെ തൊട്ടപ്പുറത്തുള്ള സെല്ലിലും 4 ഉണ്ടാവും. 4 എന്നാലും 8. ആ 8 പീസിനകത്തും എന്തുണ്ടാവും, ഓരോരോ ടെട്രാഹൈഡ്രൽ വോയിഡ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് 8. ഇനി ആൻറ്റി ഫ്ലൂറേറ്റ് ആണെങ്കിൽ Na2O ആണെങ്കിലോ ഇറ്റ് ഈസ് 4:8 എന്ന് വരും. 8:4 പകരം 4:8 എന്നായിട്ട് മാറ്റും അത്. ഓക്കെ. NaCl ആണെങ്കിലോ ഇറ്റ് ഈസ് 6:6 ആണ് ഫസ്റ്റ് നിയറസ്റ്റ് കോർഡിനേഷൻ വരിക. 6:6 ആണ് NaCl വരിക അല്ലേ. അത് NaCl ശരിക്കും പഠിച്ചു വെച്ചോ. അവിടെ Na+ അറ്റ് ബോഡി സെൻറ്റർ ആൻഡ് എഡ്ജ് സെൻറ്ററിലാണ്, ഒക്ടൈഡിലെ ബോഡിയിലാണ് ആരുണ്ടാവുക, Na+ ഉണ്ടാവുക. ക്ലോറൈഡ് അയോൺസ് എവിടെ ഉണ്ടാവുക, കോർണേഴ്സിലും ഫേസിൻ്റെ സെൻറ്ററിലും ഉണ്ടാവുക. സോ ഫസ്റ്റ് നിയറസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ബോഡി സെൻറ്ററിന് അറൗണ്ട്, ബോഡി സെൻറ്ററിലെ Na+ അസ്യൂം ചെയ്താൽ മതി. ബോഡി സെൻറ്ററിലെ Na+നെ അസ്യൂം ചെയ്യുക. അതിന് A/2 ഡിസ്റ്റൻസ് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഫേസ് സെൻറ്ററിലായിട്ട് 6 ക്ലോറൈഡ് അയോൺസിനെ കാണാം. ദാറ്റ് ഇസ് ഫസ്റ്റ് നിയറസ്റ്റ് എന്ന് പറയും. ഇതുപോലെ ആ ഫേസ് സെൻറ്ററിൽ ഒരു ക്ലോറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഫേസ് സെൻറ്ററിൽ ക്ലോറിനെ എടുത്തു കഴിഞ്ഞാൽ ആ ഫേസ് സെൻറ്ററിന് അറൗണ്ട് എലോങ് XYZ കൊടുത്താൽ മതി. അവിടെ 6 Na+ കിട്ടും നിങ്ങൾക്ക്. സോ അറ്റ് എ ഡിസ്റ്റൻസ് A/2 6 ആണ് ഫസ്റ്റ് നിയറസ്റ്റ് വരുന്നത്. സെക്കൻഡ് നിയറസ്റ്റ് ബോഡി സെൻറ്ററിലെ Na+ഉം എഡ്ജ് സെൻറ്ററിലെ Na+ഉം. ഡിസ്റ്റൻസ് √2A ആണ് ഒരു ബോഡി √2A ആണ് ഫേസ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ആ ഫേസ് ഡയഗണലിൻ്റെ പാതി ഉണ്ടാവും. A/√2 ഡിസ്റ്റൻസിൽ 12 Na+ ഉണ്ടാവും. സെക്കൻഡ് നിയറസ്റ്റ് 12 ആണ് വരിക. തേർഡ് നിയറസ്റ്റ് വരുന്നത് സെൻറ്റർ ടു കോർണർ ആണ്. സെൻറ്റർ ടു കോർണർ ബോഡി ഡയഗണലിൻ്റെ പാതി ഡിസ്റ്റൻസിൽ 8 ക്ലോറൈഡ് അയോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, the appearance of color in solid alkali metal halides is generally due to. ആൽക്കലി മെറ്റൽ ഹാലൈഡ്സിൻ്റെ കേസിൽ കളർ വരുന്നൊരു റീസൺ F സെൻറ്റർ ഫോർമേഷൻ ആണ്. നമ്മൾ പറയാറുണ്ട് when alkali metal halides heated, when alkali metal halides heated in presence of metal vapors, metal വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ what happened, അവിടെ എന്താ സംഭവിക്കുക, some halide ions escapes to the exterior and where they combine with metallic vapor and forms metal halide again and releases electron. These electrons return back to the vacancies created by anion, so forming metal excess defect due to anion vacancy. ആ trapped electron നമ്മൾ പറയുന്ന പേരാണ് F center. Why? They can absorb and emit energy in the visible region, so they can impart color to the lattice, so called color center or Farben center or F center. Option D is the answer. Now next question 8. A compound formed by elements X and Y crystallizes in cubic structure in which atoms X are at the corners of the cube and atoms Y are at the face centers. The formula of the compound is, easy question. X and Y, X at the corners ആണ്. X corner എന്ന് പറഞ്ഞാൽ 1/8 into 8 is equal to 1. And Y എവിടെ ഉള്ളത്, at the face centers ആണ്. Face center 1/2 into 6, it is equal to 3. So X is to Y is equal to 1 is to 3, XY3, that's the formula, XY3. Option D is the answer. Option D ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ. Now next question.
Question number 9. What is the molality of a solution containing 200 milligram of urea of molar mass 60 dissolved in 40 gram of water? 40 gram water dissolve ചെയ്തിട്ടുള്ള 200 milligram യൂറിയയുടെ molality. What is molality? Number of moles of solute present per liter of the അല്ലല്ലോ per kilogram of the solvent. ശരിയല്ലേ? ഇവിടെ നമുക്ക് molality means number of moles divided by weight of solvent in kilogram. ഇതാണ് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. How to get number of moles? It is 200 milligram urea. അപ്പോൾ 200 milligram അല്ലേ, 200 into milligram divided by its molar mass of urea 60. So we'll give the number of moles of solute divided by mass of solvent in kilogram. 40 gram water, 40 by 1000. Okay. അപ്പോൾ എന്ത് വരും നമുക്ക് is equal to 200 into 10 raised to minus 3 divided by 60 into 1000 divided by 40. With 1000 cancel ആയി, 0 cancel ആയി. So 2 and 2 cancel, 4 cancel. So 1 by 12. It is 1 by 12. 1 by 10.1. 1 by 12 just less than 0.1. Option A is the answer. 0.083. 1 by 10 value 0.1 അല്ലേ, ഇത് 1 by 10 കൂടുതലല്ലേ, അപ്പം എന്താ പറയുക, it is 0.083. Option A is the answer. Okay. Now next question. The molarity of an orthophosphoric acid is 3 molar. Its normality is, what is orthophosphoric acid? It is H3PO4. And we know it is a triprotic acid. For a triprotic acid, 1 molar means എന്താണ്, it is 3 normal ആണ്. Or normality is equal to n factor into molarity. ശരിയല്ലേ? What is n factor? It is 3. Why? It is a triprotic acid. What is molarity? 3 molar. So it's equal to 9 normal. Okay. So normality is equal to 3 into 3, 9. So molarity into n factor കൊടുത്താൽ മതി. So it is 9 normal. And again we know a triprotic acid, its 1 molar solution is 3 normal. So its 3 molar solution is 9 normal. Okay. Next question. അടുത്ത question. Question number 11. 2 centimeter cube of 0.2 molar sulfuric acid solution is diluted to 0.5 dm cube. Find the normality of the diluted solution. നമുക്ക് 2.5 centimeter cube means ml 0.2 molar sulfuric acid. അപ്പോൾ initial sulfuric acid പറ, it is its volume 2.5 ml and the molarity 0.2 molar. Now it is diluted to 0.5 dm cube എന്ന് പറഞ്ഞാൽ 0.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ it is 0.5 into 1000, 500 ml. Now what is the molarity of the new solution? കണ്ടുപിടിക്കേണ്ട നോർമാലിറ്റി ആണ്. First find what is molarity, then you can convert it into normality. അല്ലെങ്കിൽ molarity of sulfuric acid 0.2 molar അല്ലേ. For sulfuric acid, since it is, sulfuric acid is a diprotic acid, 1 molar means എന്താണ് 2 normal ആണ്. So 0.2 molar means എന്തായിരിക്കും, it is 0.4 normal ആയിരിക്കും sulfuric acid അല്ലേ. molarity into valency factor കൊടുത്താൽ മതി. ഇപ്പോൾ 0.2 molar എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, 0.4 normal എന്ന് യൂസ് ചെയ്യാം. And for dilution n1 v1 equal to n2 v2 അല്ലേ. So here 2.5 into 0.4, that is n1 v1. It is v1, it is n1, it is v2, and find n2. n1 v1 equal to n2 v2. n2 into v2 എത്രയാ, it is 500. അപ്പോൾ സോൾവ് ചെയ്യാം. n2 is equal to എന്ത് വരും, 2.5 into 0.4 divided by 500.
2.5 into 0.4 divided by 500. Okay. സോൾവ് ചെയ്ത് നോക്കൂ. ആൻസർ വിൽ ബി എത്ര വരെയാ? 2.5 into 4 എത്രയാ? 2.5 into 4 10 ആണ്. സോ ഇറ്റ് ഈസ് 1 വരും അല്ലേ? 2.5 into 0.4 1/500. 1/5 എത്രയാ? 0.2 ആണ്. 1/500 or 0.02. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. 0.002 നോർമൽ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 12. What is the mole fraction of benzene in a solution containing 30% by mass in carbon tetrachloride? Carbon tetrachloride formula അറിയില്ലേ? It is CCl4 and that of benzene is C6H6. എന്താ കണ്ടുപിടിക്കണ്ടേ? mole fraction of benzene കാണണം. How to get mole fraction of benzene? Mole fraction of benzene is equal to number of moles of benzene C6H6 divided by number of moles of C6H6 plus our number of moles of CCl4. ഇത് ചെയ്ത് കണ്ടുപിടിക്കണം. 30% by mass in CCl4 എന്നാ പറഞ്ഞത്. ബെൻസിന്റെ കോൺസെൻട്രേഷൻ 30% by mass എന്ന് പറഞ്ഞാല് you can take 30 gram benzene and 70 gram carbon tetrachloride. Benzene is 30 gram and carbon tetrachloride is 70 gram. So ബെൻസിന്റെ മാസ് എത്രയാ? It is 30 by its molar mass. C6H6 അല്ലേ? 6 കാർബൺ 6 into 12 72. 6 6 60 6 72 അല്ലേ? 72 plus 6 78. 30 by 78 divided by 30 by 78 plus ബാക്കി NCl4 എത്രയാ? ഇയാൾ 70 gram ആണുള്ളത്. 70 divided by what is molar mass of CCl4? CCl4 2 ക്ലോറിൻ 71 ആണ്. 2 ക്ലോറിൻ 71. അപ്പോൾ 4 ക്ലോറിൻ 71 plus 71 ഈക്വൽ ടു എത്ര വരിക? ഇറ്റ് ഈസ് 142. 140ലേക്ക് എത്ര ആഡ് ചെയ്യണം? കാർബണിന്റെ 12 ആഡ് ചെയ്യണം. സോ ഇറ്റ് ഈസ് 154 ആയിരിക്കും. 154. ഓക്കെ. 30 by 78 plus 30 by 78 plus 70 by 154 സോൾവ് ചെയ്യുക. വിൽ ഗെറ്റ് വാട്ട് ഇസ് ദ മോൾ ഫ്രാക്ഷൻ. ഓൺ സോൾവിങ് ദിസ് വിൽ ഗെറ്റ് എത്ര വരികയാണ്? 30 by 78 by 30 by 78 പ്ലസ് എന്തായാലും ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണ്. സോ ഓപ്ഷൻ സിയും അല്ല എയും അല്ല. പിന്നെ അത് കൺഫേം ചെയ്താൽ മതി ഏതാണെന്നുള്ളത്. ഓക്കെ. ഇറ്റ് ഈസ് നിയറർ ടു 0.459 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? അങ്ങനെ നോക്കിയാൽ മതി. 30യുടെ ഡബിളിനേക്കാളും കുറച്ച് കൂടുതലാണ് എന്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. 30 by 78 ഒക്കെ ഫ്രാക്ഷനാക്കി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. Okay. Okay. So this will be 0.459. Option B is the answer. Ini. Now the mass of non-volatile solute of molar mass 40 gram per mole. It is 40 gram per mole. That should be dissolved in 114 gram of octane to lower its vapor pressure by 20%. Is lowering of vapor pressure എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? It is 20% ആണ് ലോവർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. And we know lowering of vapor pressure delta P by P0 is equal to chi B mole fraction. അല്ലേ? മോൾ ഫ്രാക്ഷൻ ആണ്. സോ ഇവിടെ ലോവറിംഗ് ഓഫ് vapor pressure by 20% എന്ന് പറഞ്ഞിട്ട് ലോവറിംഗ് ബൈ 20%. അപ്പോൾ ഇഫ് യു ടേക്ക് ഇനീഷ്യലി 100 ലോവറിംഗ് ഷുഡ് ബി ഇസ് 20% എന്ന് പറഞ്ഞാൽ ഇസ് 20 by 100 is equal to 0.2. So mole fraction of solute is equal to 0.2 എന്ന് എടുക്കാം. And you know, so mole fraction അല്ല relative lowering is equal to 0.2 എന്ന് എടുക്കാം. And again is equal to chi b is equal to 0.2 എന്ന് വരും. So NB by NA plus NB ആണെന്ത് chi b എന്ന് പറഞ്ഞാൽ is equal to 0.2 എന്ന് എടുക്കാം. ഓക്കെ. പിന്നെ അപ്രോക്സിമേഷൻ ഉണ്ട് ഇവിടെ. Or you can again approximate it as NB by NA is equal to 0.2 എന്ന് എടുക്കാം. ഇവിടെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് 40 gram ആണ്. ബട്ട് ആളുടെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് WB by 40 divided by what is NA? 114 gram of octane. C8H18 അതല്ലേ ഒക്ടെയിൻ. 8 × 16 2 18. 8 കാർബണിന്റെ മാസ് പറ. 80 2 18 96 ആണോ? 8 × 12 × 8 12 × അപ്പോൾ 80 16 96 അല്ലേ വരിക?
96 ആണ് എന്ത് വരിക കാർബണിൻ്റെ വെയിറ്റ് വരുന്നത് പ്ലസ് 18 കൂടെ അല്ലേ 96 പ്ലസ് 18 96 പ്ലസ് 10 ഇറ്റ് ഈസ് 106 പ്ലസ് 8 114 ഹൗ ഭാഗ്യം ഇറ്റ് ഈസ് 114 ബൈ 114 114 ബൈ 114 ഇസ് ഈക്വൽ ടു 0.2 എന്ന് പറഞ്ഞാൽ WB ഇസ് ഈക്വൽ ടു 0.2 ഇൻറ്റു 40 or is equal to 8 gram. It is equal to 8 gram. Option D is the answer. ഇവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഈ വാല്യൂവിനെ അപ്രോക്സ് ചെയ്തെടുത്തുകൊണ്ടാണ് 8 വന്നിരിക്കുന്നത് ഇനി അപ്രോക്സ് ചെയ്യുന്നില്ലെങ്കിലോ എന്താണ് ആൻസർ വരിക എന്നുള്ളതാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ക്വസ്റ്റൻ ആകുമ്പോൾ അത് അപ്രോക്സ് ചെയ്യണം ഇവിടെ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല മോൾ ഫ്രാക്ഷൻ 0.2 എന്നൊക്കെ വരിക എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഡൈല്യൂട്ട് അല്ല അപ്പോൾ അങ്ങനെയെങ്കിൽ കറക്റ്റ് ആൻസർ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നേ വേണം NB by NA plus NB is equal to 0.2 ആണ് ഇതിൽ NBയുടെ വാല്യൂ നമുക്കറിയില്ല NBയുടെ വാല്യൂ അറിയില്ല NA 1 കിട്ടിയിട്ടുണ്ട് 114 by 114 ആണ് അപ്പോൾ ഞാൻ പറയും 1 plus NB by NB is equal to 0.2 by 1 by 0.2 അല്ലേ ഇറ്റ് ഈസ് 5 എന്ന് കൊടുക്കാം ശരിയല്ലേ ഓർ 1 by NB plus 1 is equal to 5 എന്ന് കൊടുക്കാം ചെയ്തൂടെ ഓർ 1 by NB is equal to 1 by NB is equal to 1 by NB is equal to 4 എന്ന് വരും ഓക്കെ അപ്പോൾ NB is equal to എത്ര വരിക NB is equal to 1 by 4 എന്ന് വരും is equal to 0.25 എന്നാണ് വരിക NB is equal to 1 by 0.4 and again NB എന്ത് നമുക്കിവിടെ WB by 40 ആണ് സോ WB by 40 is equal to 0.25 എന്ന് വരും WB by 40 is equal to 0.25 എന്ന് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് W ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1 ആണ് വരേണ്ടത് അല്ലേ 1 അല്ല സോറി 10 ആണ് വരേണ്ടത് 40 അപ്പോൾ 10 ആണ് വരേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ 9.89 അല്ല 10 ആണ് ഷാർപ്പ് ആൻസർ വരേണ്ടത് ഷാർപ്പ് 10 ആണ് വരേണ്ടത് അപ്പോൾ 8നേക്കാളും ഒന്നുകൂടെ ആക്യുറസി ബിക്കാണ് അപ്പോൾ ഡി അല്ല മോർ ആക്യുറസി ഏതാണ് ബി ആണ് ആൻസർ വരേണ്ടത് കേട്ടല്ലോ അപ്പോൾ ഇവിടെ നമ്മളോട് ഡൈല്യൂട്ട് സൊല്യൂഷൻ the mass of non-volatile solute of molar mass is given that should be dissolved in 114 gram of octane to lower vapor pressure by 20 എന്നല്ലേ പറഞ്ഞത് ഓക്കെ ഇവിടെ നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്യുന്ന സമയത്താണ് 8 ഗ്രാം വരിക ബട്ട് അപ്രോക്സിമേഷൻ ഇല്ലാണ്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 10 ആണ് ആൻസർ വരേണ്ടത് 10 അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ബി കൊടുക്കാം കറക്റ്റ് റൈറ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി ആണ് കൊടുക്കേണ്ടത് കേട്ടോ നിയർ ടു 10 9.89 ആണുള്ളത് കേട്ടല്ലോ നൗ question number 14 which has the least freezing point which has least freezing point ഇവിടെ ഫ്രീസിംഗ് പോയിന്റ് ലോവസ്റ്റ് ആർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് addition of non-volatile solute decreases the freezing point and again increases the boiling point എന്ന് പറഞ്ഞത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റിൽ കൂടും ഫ്രീസിംഗ് പോയിന്റ് കുറയും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം അപ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിളിൻ്റെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും മോർ എലിവേഷൻ ഉണ്ടാവും മോർ ഡിപ്രഷൻ ഉണ്ടാവും അപ്പോൾ ആർക്കാണ് ലീസ്റ്റ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് ചോദിച്ചാൽ ഡെൽറ്റ ടി എഫ് മാക്സിമം ആർക്കാണ് നോക്കേണ്ടത് ആർക്കാണ് മോസ്റ്റ് ഡിപ്രഷൻ നടന്നിട്ടുള്ളതെന്ന് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ചോദിച്ചാലോ അവിടെ ഡെൽറ്റ ടി ബി മാക്സിമം ആർക്കാണ് നോക്കേണ്ടത് ലോവസ്റ്റ് ബോയിലിംഗ് ചോദിച്ചാലോ ഡെൽറ്റ ടി ബി മിനിമം ആർക്കാണ് നോക്കേണ്ടത് ഹയസ്റ്റ് ഫ്രീസിംഗ് ചോദിച്ചാലോ ഡെൽറ്റ ടി എഫ് മിനിമം അപ്പോൾ ഡെൽറ്റ ടി എഫ് മാക്സിമം വന്നാൽ ഫ്രീസിംഗ് പോയിന്റ് ലീസ്റ്റ് ഡെൽറ്റ ടി എഫ് മിനിമം വന്നാൽ ഫ്രീസിംഗ് പോയിന്റ് മാക്സിമം ഹയസ്റ്റ് ആവും അതുപോലെ തന്നെ ഡെൽറ്റ ടി ബി മാക്സിമം വന്നു കഴിഞ്ഞാലോ മീൻസ് ബോയിലിംഗ് പോയിന്റ് ഹയസ്റ്റ് ആവും മാക്സിമം എലിവേഷനാണ് വരിക ബോളിംഗ് ഡെൽറ്റ മിനിമം വന്നാലോ ബോയിലിംഗ് പോയിന്റ് ലോവസ്റ്റ് വന്ന ആളായിരിക്കും ഓക്കെ ഇവിടെ എല്ലാം 1% 1% 1% 1% പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സെയിം മൊളാരിറ്റി ആണ് അല്ലെങ്കിൽ സെയിം കോൺസെൻട്രേഷൻ ആണ് സുക്രോസ് നോ ഡിസോസിയേഷൻ നോ അസോസിയേഷൻ NaCl ഇറ്റ് ഈസ് 1% NaCl ആണെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യും അയോൺസ് ഉണ്ടാവും അല്ലേ ആൻഡ് കാൽസ്യം ക്ലോറൈഡോ അഗെയിൻ ഡിസോസിയേറ്റ് ടു ഗീവ് അയോൺസ് ആണ് ആൻഡ് ഇവരുടെ കേസിൽ അയോൺസ് ടോട്ടൽ മൊളാരിറ്റി അയണിക് മൊളാരിറ്റി എന്തായിരിക്കും ത്രൈസ് ഓഫ് ദ ടേക്കൺ എമൗണ്ട് ആയിരിക്കും
ത്രൈസ് ആയിരിക്കും ഉണ്ടാവുക, ത്രൈസ് ഓഫ് ടേക്കൺ എമൗണ്ട്. അപ്പോൾ കാൽസ്യം ക്ലോറൈഡിൻ്റെ കേസിൽ നമുക്ക് എന്ത് വരിക, മോർ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരിക. ആ കേസാണ് മോർ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരിക. പിന്നെ ഇവിടെ 1% ഗ്ലൂക്കോസ് സുക്രോസ് സൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഈ പെർസെൻറ്റ് പല രീതിയിലുണ്ടല്ലോ. എന്നൊക്കെയാ, മാസ് ബൈ മാസ് പെർസെൻ്റ് ഉണ്ട്, മാസ് ബൈ വോള്യൂം പെർസെൻ്റ്, വോള്യൂം ബൈ വോള്യൂം പെർസെൻ്റ് ഉണ്ട്. അതൊന്നും ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. ശരിക്കും അത് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ കറക്റ്റ് റൈറ്റ് വേ എന്ന് പറഞ്ഞാൽ അത് മാസ് ബൈ മാസ് ആണെങ്കിൽ, മാസ് ബൈ വോള്യൂം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. മാസ് ബൈ മാസ് ആണെങ്കിൽ കഴിയില്ല. അതുപോലെ തന്നെ എന്താ പറയുക, സോ മാസ് ബൈ മാസ് പെർസെൻറ്റ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ 1 gram സൂക്രോസ്, 1 gram NaCl, 1 gram CaCl2 ആൻഡ് 1 gram ഗ്ലൂക്കോസ്. ഈ 1 ഗ്രാമിൻ്റെ വെയിറ്റിന് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം നമ്മൾ. ശരിക്കും അങ്ങനെ വേണ്ടേ, 1 ഗ്രാമിന് കറസ്പോണ്ടിങ്. സോ ഇഫ് യു ടേക്ക് 100 gram ഓഫ് ദ സൊല്യൂഷൻ, 100 gram സൊല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇഫ് യു ടേക്ക് 100 gram ഓഫ് സൊല്യൂഷൻ, നമ്മൾ 100 gram എടുക്കുക. സൊല്യൂഷൻ 100 gram എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് കണ്ടെയ്നിങ് 1 gram സുക്രോസ്, 1 gram ഗ്ലൂക്കോസ്, 1 gram സുക്രോസ്, 1 gram CaCl2, then 1 gram NaCl. ഇതിലാർക്കാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതൽ? അപ്പോൾ അവരുടെ മോളാർ മാസ് നോക്കുക നമ്മൾ. മോളാർ മാസ്, നമ്പർ ഓഫ് മോൾ കാണാൻ ബൈ മോളാർ മാസ് കൊടുക്കേണ്ടി വരിക. ഗ്ലൂക്കോസിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാം, 1/180 മോള് വരിക. സൂക്രോസിലോ 1/342 ആണ് ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് വരുന്നത്. അപ്പോൾ ഇയാൾ ഔട്ടായി, ചെയ്യേണ്ടതില്ല. കാരണം ഗ്ലൂക്കോസിൻ്റെ അത്രയും നമ്പർ ഓഫ് മോൾസ് എവിടെ ഉണ്ടാവില്ല, സൂക്രോസിൻ്റെ സൊല്യൂഷനിൽ ഉണ്ടാവില്ല. ഇനി CaCl2 മാസോ, കാൽസ്യത്തിൻ്റെ മാസ് 40 ആണ്, ക്ലോറിൻ 71 ആണ്. സോ ഇറ്റ് ഈസ് 111 ആണ് വരിക. സോ 1/111 അത്രയും മോൾ ആരുണ്ടാവും, CaCl2 ഉണ്ടാവും. ദാറ്റ് ഇൻറ്റു 3 ആണ് എന്ത് പറയുക, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ അല്ലെ, പാർട്ടിക്കിളിൻ്റെ കൗണ്ട് വരിക. കാരണം 1 CA2 + 2 Cl ഉണ്ടാവില്ലേ. അപ്പോൾ 3/111 എന്ന് വരും. അപ്പോൾ ആരൗട്ടായി, ഗ്ലൂക്കോസും ഔട്ടായി. കാരണം അതിനേക്കാളും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എവിടെയുള്ളത്, CaCl2 ഇനി NaCl ആണെങ്കിലോ 1/58.5 ഇൻറ്റു 2 എന്ന് വരും പാർട്ടിക്കിൾസ് നമ്പറായി. അപ്പോൾ 2/58.5 ആണോ 3/1111 ആണോ മോർ ദ നമ്പർ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 3/111 ആണോ അതോ 2/58.5 ആണോ ഹയസ്റ്റ് വാല്യൂ വരുന്നത്? അതെത്ര വരും? ഏകദേശം 120 ആണെങ്കിൽ 1/3 അറൗണ്ട് ഉണ്ടാവും. ഇത് അത് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചോ കേട്ടോ. അപ്പോൾ അതിലാർക്കാണ് ഹയസ്റ്റ് വാല്യൂ വരുന്നത്, അതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ആർക്കാണോ മാക്സിമം നമ്പർ നോക്കണം. 1/111 ആണോ, 3/, ഫൈനലൈസ് ചെയ്യാം, 3/111 ആണോ, 2/58.5 ആണോ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ ആർക്കാണോ ഹയസ്റ്റ് ഉള്ളത് അവർക്കാണ് മോർ ദൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളത്, അവർക്കാണ് എന്ത് പറയുക, മാക്സിമം ΔTF വരിക. ΔTF കൂടിയാളെ അതിൽ ഒന്നെങ്കിൽ ഇയാൾ അല്ലെങ്കിൽ ഇയാൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചോളൂ. 3/111 2/58.5 ഏതാണെന്ന് കേട്ടോ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ. If the elevation in boiling point of a solution of 10 gram solute, if the elevation in boiling point, if the elevation in boiling point of a solution of 10 gram solute of molecular weight 100 in 100 gram of water is delta TB, the ebullioscopic constant of water is na ചോദിച്ചത്. We know delta TB is equal to Kb into molality, or what is molality? Kb into WB by MB into 1000 by WA. ഇതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ഡെൽറ്റ TB is equal to Kb into what is weight of weight of solute? It is 10 gram solute is taken of molar mass എത്രയാ 100 into 1000 by what is mass of solvent 100 gram. ഓക്കെ, അപ്പോൾ നമുക്ക് 0 0 0 0 0 ഓക്കെ ക്യാൻസൽ ആയില്ലേ. സോ ഡെൽറ്റ TB is equal to Kb or Kb is equal to delta TB. Option C is the answer. Okay അല്ലേ. Now question number 16. If two substances A and B have P0 is to P0 B is equal to 1 is to 2 and have mole fraction in the solution 1 is to 2, then mole fraction of A in the vapor phase is തന്നിട്ടുള്ളത് P0A is to P0B
P0A by P0B is equal to 1 by 2. Chi A by chi B. Solution phase അല്ലേ is equal to 1 by 2. Find YA. YA കണ്ടുപിടിക്കണം. What is YA? It is PA by P total. That is what is PA. അത് നമുക്കറിയാം P0A into അല്ലേ. And what is P total? PA plus PB. ഇവിടെ പി എയും പി ബിയും അറിഞ്ഞെങ്കിലാണ് അതല്ലെങ്കിൽ അവരെ പി എനെയും പി ബിനെയൊക്കെ നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് വേണം വൈ എ കണ്ടുപിടിക്കാൻ. ഒരു കാര്യം ചെയ്യാം. വാട്ട് ഈസ് പി എ ബൈ പി ബി? വാട്ട് ഈസ് പി എ? P0 into chi A. What is PB? P0B into chi B. That is P0A by P0B into chi A by chi B. എന്ന് പറഞ്ഞാൽ 1 by 2 into 1 by 2 is equal to 1 by 4. ശരിയായോ? So PA by PB is equal to 1 by 4 or PB is equal to 4PA എന്ന് വരും. ശരിയാണോ? ശരിയല്ലേ? PA by PB is equal to 1 by 4 ആണെങ്കിൽ PB is equal to 4PA. എങ്കിൽ പറയൂ what is YA? Is equal to PA by PA plus what is PB? PB means 4PA. PB means 4PA. അപ്പോൾ ഇവിടെ ആര് കോമൺ ആയി? PA കോമൺ ആയില്ലേ? So 1 by 1 plus 4 it is 5. It is equal to 0.2. What's the value of Y? It is 0.2. Option D is the answer. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി question number 17. Question number 17. The coordination numbers and oxidation states of chromium in K3, Cr, C2, O4 are thrice are respectively. Compound ഏതാണ്? കോംപ്ലക്സ് K3, Cr, C2, O4. ഓക്സലേറ്റ് അല്ലേ? thrice. ഇവിടെ ഓക്സലേറ്റ് എന്നത് ഒരു ബയോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഓക്സലേറ്റ് എന്താണ്? ബയോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. It is C2O4 2 minus C double bond O double bond O O minus O minus. ഇയാളെന്താണ്? ബയോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് അല്ലേ? അങ്ങനത്തെ എത്ര ഓക്സലേറ്റ് ഉണ്ട്? 3 ആളില്ലേ? ഒരു ലിഗാൻഡ് ബയോഡെൻഡേറ്റ്, 3 ആൾക്ക് 3 × 2 6. അപ്പോൾ ഹെക്സ ആയി ടോട്ടൽ അല്ലേ? ഒരാളുടെ ഡെൻസിറ്റി 2 ആണ്. അങ്ങനത്തെ എത്ര ആളുണ്ട്? 3 ആളില്ലേ? സോ ടോട്ടൽ 6 ആണ് കോർഡിനേഷൻ നമ്പർ. കോഓർഡിനേഷൻ നമ്പർ ഈസ് 6. കോർഡിനേഷൻ നമ്പർ എത്രയാ? 6. ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണമെങ്കിൽ ഇവിടെ ഒരു ഓക്സലേറ്റിന്റെ ചാർജ് എത്രയാ? ഇറ്റ് ഈസ് മൈനസ് അല്ലേ? C2O4 2 മൈനസ്. അങ്ങനത്തെ 3 ആളില്ലേ? അപ്പൊ നെറ്റ് -6 ആയോ? ആയി. ഇനി ഇയാൾ എത്രയാ? 3K പ്ലസ് അല്ലേ? 3K+. അപ്പോൾ നെറ്റ് എത്രയായി? +3 ആയോ? അപ്പോൾ ടോട്ടല് -3 വന്നില്ലേ? ഇനി ഈ ക്രോമിയം എക്സ് പ്ലസ് സ്റ്റേറ്റിൽ ഈ എക്സ് പ്ലസും -3 കൂട്ടുമ്പോൾ എത്ര വരണം? നെറ്റ് എത്രയാ? 0 അല്ലേ? അപ്പോൾ x is equal to 3 വന്നു. ഇറ്റ് ഈസ് +3. സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഈസ് ഇൻ +3. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ടോട്ടൽ ആ മോളിക്യൂൾ എന്താണ്? 0 ആണ്. 3 + plus x plus -6 is equal to 0 or x is equal to +3. So it is 6 and 3. 6 and 3. Next question. The complex compound which results from the coordination of carbon monoxide are known as. carbon monoxide മായിട്ട് carbon monoxide ligand ആയിട്ട് വരുന്ന കേസ് ആരാണ്? മെറ്റൽ കാർബണിൽസ്. എക്സാമ്പിൾ ആരാ? NiCO 4 times. അതുപോലെ തന്നെ FeCO 5 times. പെൻഡാ കാർബണിൽ അയൺ 0, ടെട്രാ കാർബണിൽ നിക്കൽ 0. അത് നല്ലോണം സൂക്ഷിച്ചോണ്ട് കേട്ടോ. ഇവരെല്ലാം എന്താണ്? മെറ്റൽ 0 സ്റ്റേറ്റിൽ. എവിടെയും മെറ്റൽ എന്ത് സ്റ്റേറ്റിലാണ്? 0 സ്റ്റേറ്റില്ല. ഇനി വേറെ കാര്യം, ഈ മെറ്റൽ കാർബണുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കൂ, മെറ്റൽ സി കാർബണിൽ ഈ ബോണ്ട്, ഈ മെറ്റൽ കാർബണിൽ ഇൻട്രാക്ഷനില്ലേ അതൊക്കെ സിഗ്മ ആൻഡ് പൈ ക്യാരക്ടർ രണ്ടും ഉണ്ട്. ലിഗാൻഡ് ടു മെറ്റൽ സിഗ്മയും മെറ്റൽ ടു ലിഗാൻഡ് പൈ ബാക്ക് ബോണ്ടും ഉണ്ടാവുക. ലിഗാൻഡ് ടു മെറ്റൽ സിഗ്മ ഉണ്ടാവും.
ദെൻ മെറ്റൽ ബാക്ക് ടു ലിഗാൻഡ് പൈ ബാക്ക് ബോണ്ട് എന്ന് പറയാം. ബേസിക്കലി സിംഗിൾ ബോണ്ട് ആണെങ്കിലും ആൾക്ക് ഡബിൾ ബോണ്ട് പവർ ഉണ്ടാവും. നമ്മളതിനെ സൈനർജിക് ഇഫക്റ്റ് സിനർജിക് ഇഫക്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചുകൊണ്ടു, ഇങ്ങനെ മെറ്റൽ തിരിച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി ലിഗാൻഡിലേക്ക് ഡൊണേറ്റ് ചെയ്താൽ അത് ലിഗാൻഡിൻ്റെ പൈ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റിലേക്കാണ് എന്ത് ചെയ്യുക, മെറ്റൽ ഇലക്ട്രോൺസിന് ഷിഫ്റ്റ് ചെയ്യുക. ഈ മെറ്റൽ ലിഗാൻഡിൻ്റെ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസിലേക്കാണ് എന്ത് ചെയ്യുക, ആ ഇലക്ട്രോൺ ഡെൻസിറ്റി ഷിഫ്റ്റ് ചെയ്യുക. ആൻറ്റി ബോണ്ടിങ്ങിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി വന്നാൽ ഇവിടുത്തെ ബോണ്ട് ഓർഡർ കുറയും. കാർബൺ മോണോക്സൈഡിൽ ബോണ്ട് ഓർഡർ എത്രയാ, 3 ആണ്. പക്ഷെ മെറ്റൽ കാർബണിൽ ആ CO ബോണ്ട് ഓർഡർ 3 അല്ല, <3 ആയിരിക്കും. വായി അവിടെ മെറ്റൽ ലിഗാൻഡിൻ്റെ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇലക്ട്രോൺ ഡെൻസിറ്റി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോൺസ് ആൻറ്റി ബോണ്ടിങ്ങിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ കുറയും. ഇവിടുത്തെ ബോണ്ട് ഓർഡർ കുറയും, ഇവിടുത്തെ ബോണ്ട് ഓർഡർ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ മോർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ഡിക്രീസ് ഉണ്ടാവും ഈ CO ബോണ്ട് ലെങ്ത്, CO ബോണ്ട് ഓർഡർ. ഈ CO ബോണ്ട് ഓർഡർ കുറഞ്ഞാൽ CO ബോണ്ട് ലെങ്ത് കൂടും എന്നാ പറയാം. CO ബോണ്ട് ലെങ്ത് കൂടും, MC ബോണ്ട് ലെങ്ത് കുറയും. MC ബോണ്ട് ഓർഡർ കൂടും, CO ബോണ്ട് ഓർഡർ കുറയും. ഇതാണ് എന്ത്, ലിഗാൻസിൻ്റെ കാർബണിൽ എന്ന ലിഗാൻഡിൻ്റെ ക്വാളിറ്റി. ആൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് പൈ ആസിഡ് ലിഗാൻഡ് എന്ന് പറയാറ്. പൈ ആക്സെപ്റ്റർ ലിഗാൻഡ്, പൈ ഡോണർ ലിഗാൻഡ് ഉണ്ട്. ഈ കാർബണിൽസ് എല്ലാം എന്താണ്, പൈ ആക്സെപ്റ്റർ ലിഗാൻഡ്സ് ആണ്. അവർ സ്ട്രോങ് ആയിട്ടുള്ള എന്താണ്, അവർ സ്ട്രോങ് ലിഗാൻഡുകൾ കൂടെയാണ്. അവരതും കൂടെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഇൻ നിക്കൽ ടെട്രാമിൻ നിക്കൽ സൾഫേറ്റ് അല്ലേ, നിക്കൽ 2 സൾഫേറ്റ് ആണ്. ദ വാലൻസ് ഇൻ കോർഡിനേഷൻ നമ്പർ ഓഫ് നിക്കൽ വിൽ ബി റെസ്പെക്റ്റീവ്ലി. ഈസി ക്വസ്റ്റ്യൻ അല്ലേ. Ni NH3 4 times സൾഫേറ്റ്. അപ്പോൾ 2+ ആണ് സൾഫേറ്റ്. ഇങ്ങനെ എടുക്കാം അല്ലേ. ഇവിടെ അമോണിയ ന്യൂട്രൽ ലിഗാൻഡ് അല്ലേ, അപ്പോൾ +2 ആർതാ, നിക്കലിൻ്റെതാ. അപ്പോൾ നിക്കലിൻ്റെ വാലൻസി ഇറ്റ് ഈസ് 2. കോർഡിനേഷൻ നമ്പറോ, അമോണിയ മോണോഡെൻഡേറ്റ് ലിഗാൻഡാ. അമോണിയ എന്താണ്, മോണോഡെൻഡേറ്റ് ലിഗാൻഡാ. അപ്പോൾ വാലൻസി ഈസ് 2 ആൻഡ് കോർഡിനേഷൻ നമ്പർ ഈസ് 4. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ അല്ലേ. ഓക്കെ. Now next question 20. Coordination number of Fe in the following Fe in the complex FeCN6 4 minus FeCN6 3 minus FeCl4 would be. Coordination number of Fe ചോദിച്ചിരിക്കുന്നത്. What is coordination number? The number of coordinate bonds on the metal ആണ്. Here 6 cyanide can form 6. Here 6 cyanide again can form 6. 4 Cl can form 4. 6, 6, 4. Option B is the answer. Okay. But cyanide monodendate ആണ്. Cyanide again monodendate ആണ്. And here chlorine it is monodendate. So number of monodendate ligands എന്ന് കൊടുക്കാം. പക്ഷെ പിന്നെ നമ്പർ ഓഫ് ലിഗാൻഡ് ആയിട്ട് എപ്പോഴും എടുക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. മോണോഡെൻഡേറ്റ് ലിഗാൻഡുകളാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ ഇസിക്വൽ നമ്പർ ഓഫ് മോണോഡെൻഡേറ്റ് ലിഗാൻഡ് കൊടുക്കാം. എന്നാൽ ബയോഡെൻഡേറ്റോ അതല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിഗാൻഡുകളോ ആണെങ്കിൽ ബയോഡെൻഡേറ്റ് അല്ലെങ്കിൽ ട്രൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ്, ഓക്കെ ഹെക്സാഡെൻഡേറ്റ് ഒക്കെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ കഴിയില്ല, കോർഡിനേഷൻ നമ്പർ ഇസിക്വൽ ടു നമ്പർ ഓഫ് ലിഗാൻഡ് കൊടുക്കാൻ കഴിയില്ല. ഇഫ് ദ ലിഗാൻഡ്സ് ആർ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് യു ക്യാൻ സിംപ്ലി ടേക്ക് ഇറ്റ് ആസ് നമ്പർ ഓഫ് ligands is simply take it as coordination number. Okay. Now 21. Which of the following representing a chelating ligand? What is chelating ligand? Ligands that can form ring structure with the central metal can form ring structures with the central metal. Ring formation ആണ്. അതിന് മിനിമം ബയോഡെൻഡേറ്റ് ആവണം. ബയോഡെൻഡേറ്റ് ഓർ ട്രൈ ഏതെങ്കിലും ആവാം. മോണോഡെൻഡേറ്റ് ലിഗാൻഡിന് റിംഗ് സ്ട്രക്ചർ ഉണ്ടാവില്ല. ബയോഡെൻഡേറ്റ് ഓർ ട്രൈ ഓർ പോളി ഓർ പോളിഡെൻഡേറ്റിനാണ് എന്ത് വരിക, കീലേറ്റിംഗ് എബിലിറ്റി വരിക. H2O മോണോഡെൻഡേറ്റ് ആണ്, നോട്ട് കീലേറ്റിംഗ്. OH മൈനസ് മോണോഡെൻഡേറ്റ് ആണ്, ക്ലോറൈഡും മോണോഡെൻഡേറ്റ് ആണ്. വാട്ട് ഈസ് DMG? DMG നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെ യൂസ് ചെയ്ത് അറിയോ? DMG ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ലാസ്റ്റിൽ ആപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാവും അല്ലേ. അവിടെ കാണാം ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൻ്റെ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് നിക്കൽ, RUCM DMG. ഇറ്റ് ഈസ് ബയോഡെൻഡേറ്റ് ആണ് ആൻഡ് അഗൈൻ യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് നിക്കൽ. ബയോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്,
യൂസ്ഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് നിക്കൽ. ഞാൻ നിക്കൽ DMG കോംപ്ലക്സ് ആണ് വരച്ച് കാണിക്കാം. ഡൈമീഥൈൽ ഗ്ലയോക്സിം ആണ് ആര്? നിക്കൽ. ഡൈമീഥൈൽ ഗ്ലയോക്സിം അല്ലേ? ഡൈമീഥൈൽ ഗ്ലയോക്സിം. ഓക്കെ, DMG. മീഥൈൽ ഗ്ലയോക്സിം, ഗ്ലയോ അല്ലേ? അപ്പോൾ ഡബിൾ ബോണ്ട് N, then O minus OH. ഇതാണ് ഡൈമീഥൈൽ ഗ്ലയോക്സിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതും OH ആണെങ്കിൽ ഗ്ലയോക്സിം എന്ന് പറയും. ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റ് ആനോണായിട്ട് പറയുമ്പോൾ ONO മൈനസ് എന്ന് കൊടുക്കും. നൗ വിത്ത് നിക്കലുമായിട്ട് ഇയാൾ എന്ത് ചെയ്യും? ഈ ത്രൂ ദിസ് നൈട്രജൻ എന്ത് ചെയ്യും? ലിങ്കേജ് ഫോം ചെയ്യും. അതേപോലെ രണ്ടാമത്തെ ആളും N ഇവിടെ O കൊടുക്കും, ഇവിടെ OH കൊടുക്കും. ഇനി ഈ നൈട്രജൻ എന്ത് ചെയ്യും? ഈ നിക്കലിനോടും ഇയാളോടും എന്ത് ചെയ്യും? കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കും. ഇപ്പോൾ രണ്ട് DMG. ഇവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടും ഉണ്ടാവും. ഇതാണ് നിക്കൽ DMG കോംപ്ലക്സ്. DMG കോംപ്ലക്സ് എന്ന് പറയും. നിക്കലിൻ്റെ എസ്റ്റിമേഷൻ സമയത്ത് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് ആണിത്. ഇനി DMG കീലേറ്റിംഗ് ലിഗാൻഡ് ആണ്. ഇറ്റ് ക്യാൻ ഫോം കീലേറ്റിംഗ് റിങ് വിത്ത് നിക്കൽ. സെൻട്രൽ മെറ്റലുമായിട്ട് കീലേറ്റിംഗ് റിങ് ഫോം ചെയ്യാൻ കഴിയും. ദാറ്റ്സ് DMG. ഓക്കെ, മറ്റൊരു വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീലേറ്റിംഗ് ലിഗാൻഡ് ആണ് EDTA. അറിയുന്നവർക്ക് EDTA അല്ലേ? കീലേറ്റിംഗ് ലിഗാൻഡ് വേറെ എക്സാമ്പിൾ ആരൊക്കെയാ? ഇപ്പോൾ DMG കൂടാതെ മറ്റേ എക്സാമ്പിൾസ് ആണ് ഓക്സലേറ്റ് വരുന്നുണ്ട്, ദെൻ എത്തിലിൻ ഡൈമിന് വരുന്നുണ്ട്, ട്രൈഇൻ അല്ലേ, ഡൈഎത്തിലിൻ ട്രൈയാമിനൊക്കെ വരുന്നില്ലേ? ഓക്കെ, അങ്ങനെ ഡൈഎത്തിലിൻ ട്രൈയാമിൻ DETA. അതുപോലെ തന്നെ EDTA അസറ്റൈൽ അസറ്റോണേറ്റോ AC മൈനസ് അങ്ങനെ തുടങ്ങി കുറേ വരുന്നുണ്ട്. ഫിനാൻഡ്രീൻ PH അല്ലേ, ഫിനാൻഡ്രീൻ ഒക്കെ വരുന്നുണ്ട്. അതിൽ EDTA വേണമെങ്കിൽ വരച്ച് കാണിക്കാം. EDTയുടെ കേസ് നമുക്കറിയാം, എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റോ. ഓക്കെ, O minus, then O minus. ഇവിടെ മെറ്റൽ വരും. ഈ മെറ്റലിലേക്ക് ത്രൂ ദിസ് നൈട്രജൻ 1, 2, ത്രൂ ദിസ് ഓക്സിജൻ 3, 4, 5, 6. ഒക്ടാഹെഡ്രലി സറൗണ്ടഡ് ആണ്. ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് EDTA അല്ലേ? നമുക്കറിയാലോ, CH2 N, CH2COO മൈനസ് N, CH2COO മൈനസ് അല്ലേ? Then again CH2COO മൈനസ് CH2COO മൈനസ്. ഇതാണ് എന്ത്? EDTA എന്ന് പറയുന്നത്. ഇതിലും ഡയമീൻ ടെട്രാസെറ്റേറ്റ്. ഇറ്റ്സ് ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇവിടെ എത്ര റിങ് ഉണ്ടാക്കിയിട്ടുണ്ട് നോക്ക്. നോക്കൂ. നമ്പർ ഓഫ് റിങ്സ് 1, 2, 3, 4, 5 റിങ്. 1 EDTA ക്യാൻ ഫോം 5 റിങ്സ് അല്ലേ? 5 റിങ്സ് ഫോം ചെയ്യാം, 5 റിങ് ഫോം ചെയ്യാം. ഈ ഓരോ റിങ്ങിലും എത്ര മെമ്പർ ഉണ്ട്? 1, 2, 3, 4, 5, 5. സോ EDTയുടെ ക്വാളിറ്റി ഓർത്ത് വെച്ചോ. ഇറ്റ് ക്യാൻ ഫോം 5 മെമ്പേർഡ് റിങ്സ്. ദ മോസ്റ്റ് സ്റ്റെബിലൈസിങ് ത്രൂ കീലേഷൻ വഴി ദ മാക്സിമം സ്റ്റെബിലൈസിങ് ആയിട്ടുള്ള ഒരാളാണ് ആര്? EDTA എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇറ്റ് ക്യാൻ ഫോം 5 അല്ലേ? ഇറ്റ് ക്യാൻ ഫോം 5 മെമ്പേർഡ് റിങ് കേട്ടോ. ഇറ്റ് ക്യാൻ ഫോം 5 മെമ്പേർഡ് റിങ്. ദാറ്റ് ഈസ് കോൾഡ് EDTA. ഇറ്റ്സ് എ ബെറ്റർ കീലേറ്റിംഗ് ലിഗാൻഡ്. Okay. Now ഒരു കുഞ്ഞു ബ്രേക്ക്, ഒരു ഷോർട്ട് ബ്രേക്ക്. Okay, just 5 minutes. After that you can see again. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ
വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.
റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് ക്യൂമിൻ്റെ ആണെന്ന് ചോദിച്ചിരിക്കുന്ന ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി റേസ് മൊഡ്യൂൾ എക്സാംസ് സെറ്റ് ചെയ്യാറുണ്ട്. ചാപ്റ്റർ കോൺസെപ്റ്റ് സ്ട്രോങ് ഒക്കെ ആയിട്ടുള്ള മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ റേസിൻ്റെ മൊഡ്യൂൾ എക്സാമിലെ ഒരു എക്സാമിൻ്റെ ഡിസ്കഷനാണ്. ഓക്കെ, സോ കീം ആൻഡ് നീറ്റ് ജെഇ ലെവൽ ക്വസ്റ്റ്യൻസും കീം മിക്സ്ഡ് ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. Now question number 22. How many ions are produced in the aqueous solution of COH2 6 times Cl2? How many ions are produced in the aqueous solution of COH2O 6 times Cl2? നോക്കൂ, COH2O 6 times Cl2 എത്ര അയോൺസ് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റിലേറ്റീവ്ലി സിമ്പിൾ ഈസി ക്വസ്റ്റ്യൻ ആണ്. യെസ്, കോംപ്ലക്സ് അയോണ് COH2O 6 times chloride അല്ലേ, 2Cl- 2Cl- and it is 2 plus. So one complex cation and 2 simple anions. One complex cation and 2 simple anion. So total of 3 ions. 3 ions. ഒരു കോംപ്ലക്സ് കാറ്റയോണും 2 സിമ്പിൾ ആനിയോൺസും. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. IUPAC name of this given complex is PT NH3 thrice Br NO2 and Cl. ഇവിടെ ആരൊക്കെയാണ് ലിഗാൻസ് ഉള്ളത്? 3 അമോൺ ഉണ്ട്, ട്രൈ അമീൻ, ഒരു ബ്രോമിൻ ബ്രോമോ, നൈട്രോ ആൻഡ് ക്ലോറോ, ഒരു ക്ലോറോ ഒരു നൈട്രോ. സോ ട്രൈ അമീൻ ക്ലോറോ അല്ല, ബ്രോമോ അതില്ലേ, ആൽഫബറ്റിക്കൽ ഓർഡർ ബ്രോമോ. Then nitro അല്ല ക്ലോറോ. സോ ട്രയാമിൻ ബ്രോമോ ക്ലോറോ നൈട്രോ അല്ലേ, ട്രയാമിൻ ബ്രോമോ ക്ലോറോ നൈട്രോ അല്ലേ. പ്ലാറ്റിനം സ്റ്റേറ്റ് എത്ര വരിക? ക്ലോറിൻ -1 -1 -1 -1, 4 മൈനസ് പ്ലാറ്റിനം +4, പ്ലാറ്റിനം 4, പ്ലാറ്റിനം 4 ക്ലോറൈഡ്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ട്രയാമിൻ ബ്രോമോ ക്ലോറോ നൈട്രോ പ്ലാറ്റിനം 4 chloride. Option B is the answer. അടുത്ത question 24. Question number 24. The complex ion PtNO2 Py NH3 NH2OH plus will give. ഇയാൾക്ക് എത്ര ഐസോമർ ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പ്ലാറ്റിനം ആസ് ദ സെൻട്രൽ മെറ്റൽ, ലിഗാൻഡ് നമ്പർ 1 2 3 4, 4 ലിഗാൻഡ്, 4 ഡിഫറെൻ്റ് അല്ലേ, ABCD. അപ്പോൾ ഫോർമാറ്റ് ഏതാണ്? MABCD അല്ലേ, MABCD ആണ് ഫോർമാറ്റ്. ആൻഡ് അഗൈൻ വി നോ പ്ലാറ്റിനം നോർമലി ഫോം സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്, പ്ലാറ്റിനത്തിന്റെ കോംപ്ലക്സ് ഏതാണ്? സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്. പ്ലാറ്റിനം ജനറലി ഫോം സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. അപ്പോൾ MABCD ഫോർമാറ്റ് വന്നാൽ അവിടെ എത്ര ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്? A
ബി സി ഡി. എം എ ബി സി 4 ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ബുക്കിൽ കാണാം, എൻസിഡിയിൽ കാണാം എം എ ബി സി ഡി ടൈപ്പ് or a square planar complex with 4 different ligands വന്നു കഴിഞ്ഞാൽ there are 3 isomers, 2 cis and 1 transform. 2 cis ഉണ്ടാവും, ഒരു ട്രാൻസ് ഉണ്ടായിരിക്കും. ടോട്ടൽ 3 isomers, 3 geometrical isomers are there. ഇനി അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാ? സ്പെസിഫിക്കലി ഞാൻ പറഞ്ഞു 2 cis ആണ്, 1 ട്രാൻസ് ആണ്. then M, then A B C D അല്ലേ? A B C D, then A C വന്നിട്ടുണ്ട് അല്ലേ? A D B C. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ഫോംസ് ഉള്ള എക്ക് ഓപ്പോസിറ്റ് സി, എക്ക് ഓപ്പോസിറ്റ് ബി, എക്ക് ഓപ്പോസിറ്റ് ഡി. ശ്രദ്ധിച്ചാൽ മതി. ഇവർക്ക് 4 ജോമെട്രിക്കൽ ഐസോമർ വരും. അത് ആക്ച്വലി പ്രയോറിറ്റി ഓർഡർ അസൈൻ ചെയ്തിട്ട് നമ്മൾ നോക്കുക. നമ്മൾ ഈ ഓർഗാനികളൊക്കെ ചെയ്യാറില്ല, സിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയോറിറ്റി കൂടിയ ആൾ 1 2 അസൈൻ ചെയ്യുക. സിമിലർ പ്രയോറിറ്റി ഉള്ളവരെന്ത് ചെയ്യും? ഒരേ സൈഡിൽ വന്നാൽ സിസ് ആവും, ഓപ്പോസിറ്റിൽ വന്നാൽ ട്രാൻസ് ആയിട്ട് മാറും. എനിവേ ഓഫ് ദ ഫോർമാറ്റ് എം എ ബി സി ഡി there are 3 geometrical isomers. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 25 ഫ്രം കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സിലെ ക്വസ്റ്റ്യൻ ഫോർ എ റിയാക്ഷൻ എ ഗീവ്സ് ബി, റേറ്റ് കോൺസ്റ്റന്റ് K1 is given, A1 into e raised to minus A1 by RT, and for the reaction X is to Y, rate constant K2 is given. Now if A1 is equal to 10 raised to 8 and A2 is equal to 10 raised to 10 and EA1 is equal to 600, EA2 is equal to 1800, then the temperature at which K1 is equal to K2 is, K1 ഉം K2 ഉം ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. K1 is equal to K2 എന്ന് പറഞ്ഞാൽ by the definition A1 into e raised to minus EA1 by RT is equal to A2 into e raised to minus EA2 by RT. ശരിയല്ലേ? ഫ്രം ദിസ് നമുക്ക് A2 by A1 എന്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. വാട്ട് ഈസ് A2 by A1? A2 by A1 is equal to എന്ത് വരും? ഈ A1 അങ്ങോട്ട് കൊടുത്തു, ഇത് ഇങ്ങോട്ട് കൊടുത്തു അല്ലേ? അപ്പോൾ e raised to എന്താ പേര് പറ? e raised to, അപ്പോൾ A1 അങ്ങോട്ടല്ലേ പോയത്, മൈനസ് EA1 by RT ഡിവൈഡഡ് ബൈ e raised to മൈനസ് EA2 by RT എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? e raised to മൈനസ് EA1 മൈനസ് മൈനസ് പ്ലസ് EA2 by RT. ശരിയല്ലേ? ഓക്കെ, what is the value of A2? It is 10 raised to 10. What is that of A1? 10 raised to 8. So 10 raised to 10 by 10 raised to 8 എന്ന് പറഞ്ഞാൽ it is 10 raised to 2 is equal to, what's the value of EA2? It is 1800 and that of EA1 600. So EA2 minus EA1, 1800 minus 600 is 1200. ശരിയല്ലേ? അപ്പോൾ e raised to 1200 ഡിവൈഡ് ബൈ RT എന്ന് വരും. ശരിയാണോ? ഓക്കെ അല്ലേ? ഇനി ഓക്കെ, ഓക്കെ, ഇതിൽ ഇനി e raised to ഇത് വന്നല്ലേ, അപ്ലൈ ലോഗരിതം അപ്ലൈ ചെയ്യുക. ഓൺ അപ്ലൈയിങ് ലോഗരിതം ln 10 raised to 2, ln അല്ല log അല്ലേ, log ln 10 raised to 2 എന്ന് കൊടുക്കാം is equal to e raised to എന്നുള്ളതിന് പകരം എന്തൊരു 1200 by RT into ln e എന്ന് വരും. and we know ln e is equal to 1 ആണ്. and നോക്കൂ, ഇത് 1200 by RT എന്ന് വന്നില്ലേ? ഇനി ln 10 raised to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് 2 into ln 10. 2 into ln 10 എന്ന് പറഞ്ഞാൽ 2 into 2.303 into log 10 എന്ന് പറഞ്ഞാൽ log 10 1 അല്ലേ? അപ്പോൾ 2 into 2.303 എത്രയാ? ഇറ്റ് ഈസ് 4.606 is equal to 1200 by RT.
Here, what is this? It's 4.606 is equal to 1200 by RT. From this, what is T? It is 1200 divided by 1200 divided by 4.606 R എന്ന് വരും ശരിയല്ലേ? From this we can simply say T is equal to 1200 divided by 4.606 into R. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി 1200 by 4.606 into R അത്രയും കെൽവിന് വരും. ശരിയല്ലേ? ഓക്കെ, ഒരു ആർ ടിയിൽ ഒരു ആർ മിസ്സിംഗ് ഉണ്ട് അല്ലേ? ആറിൻ്റെ വാല്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോറി, ഇവിടെ ആറിൻ്റെ വാല്യൂ 2 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം അങ്ങനെയെങ്കിൽ സി അല്ല വരിക. സോറി, സി അല്ല വരിക. ഏതാ വരിക? ഇവിടെ ആറിൻ്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് കൊടുക്കണം. അപ്പോൾ അത് 2 കൂടെ കൊടുക്കണം. അത് 2 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആറിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഇവിടെ ഇസ് ഈക്വൽ ടു 2 ഇറ്റ് ഇസ് 600 എന്ന് വരും അല്ലേ? അപ്പോൾ കറക്റ്റായി. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഡി ആ വരിക. 600 by 4606 കെൽവിൻ. ഓപ്ഷൻ ഇത് വരും, ഇറ്റ് ഈസ് ഡി വരും ആൻസർ ആയിട്ട്. ഡി 600 by 4.606. ഇവിടെ 6 എന്ന ഓപ്ഷൻ ഇവിടെ വന്നിട്ടില്ലല്ലോ, അപ്പോൾ 6 നമ്മൾ ഒഴിവാക്കണ്ടേ? 6ൻ്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 2 ആണ്. അതുകൊണ്ട് ആൻസർ എത്ര വരിക? ഓപ്ഷൻ ഡി 600 by 4.606. ക്ലിയർ അല്ലേ? നൗ ക്വസ്റ്റ്യൻ നമ്പർ 26. ക്വസ്റ്റ്യൻ നമ്പർ 26. If 3a gives 2b, if 3a gives 2b, then the rate of reaction dp by dt is equal to. For a reaction 3a gives 2b, 3a gives 2b. നമുക്കറിയാം -1/3 d by dt of a is equal to 1/2 d by dt of b. ഇവിടെ ചോദിച്ചത് വാട്ട് ഈസ് db by dt എന്നാ. അപ്പോൾ 2 കൂടെ കൊടുത്താൽ പോരെ. So d by dt of b is equal to d by dt of b is equal to -2/3 into d by dt of a. -2/3 into d by dt of a. Option C is the answer. ശരിയല്ലേ? d by dt, da by dt into 2/3 അതിന് മൈനസ് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27. If we plot a graph between log k and 1/t by Arrhenius equation, the slope is. ലോഗ് കെ വേഴ്സസ് 1/t ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത് അറേനിയസ് ഇക്വേഷൻ പ്രകാരം. ഇവിടെ നോക്കൂ, അറേനിയസ് ഇക്വേഷൻ കെ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ആണ്. ശരിയല്ലേ? ഫ്രം ദിസ് വാട്ട് ഇസ് ലോഗ് കെ? ഇറ്റ് ഇസ് ലോഗ് എ മൈനസ് ഇ എ ബൈ ആർ ഇൻറ്റു 1/t. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഇത് y, ഇത് m, ഇത് x, ഇത് സി. പക്ഷെ നമുക്ക് വേണ്ടത് എൽ എൻ കെ അല്ല, എൽ ഒ ജി കെ ആണ്. അപ്പോൾ ഞാൻ ഇതിന് എൽ ഒ ജിയിലേക്ക് മാറ്റങ്ങൾ എന്താണ്? 2.303 കൊടുക്കണ്ടേ? അപ്പോൾ 2.303 ലോഗ് കെ ഇസ് ഈക്വൽ ടു 2.303 ലോഗ് എ മൈനസ് ഇ എ ബൈ ആർ ഇൻറ്റു 1/t. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇനി എല്ലാ ടേമിനെയും 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? ഇൻറ്റു 1/2.303 എന്ന് വരും. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടിയത് എൽ ഒ ജി കെ ലോഗ് കെ ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ ഇൻറ്റു 1/t. ശരിയല്ലേ? നൗ ദിസ് ഈസ് വൈ ലോഗ് കെ ആൻഡ് ദിസ് ഓൺ സി ലോഗ് എ ആൻഡ് സ്ലോപ്പ് എന്താ പറയുക? മൈനസ് ഇ എ ബൈ 2.03 ആർ ഇറ്റ് ഈസ് സ്ലോപ്പ് എം 1/t എക്സ്. അതല്ലേ ചോദ്യം? അതല്ലേ ചോദ്യം? ലോഗ് കെ വേഴ്സസ് 1/t അറേനിയസ് ഇക്വേഷൻ. ദ സ്ലോപ്പ് ഈസ് ഇറ്റ് ഈസ് മൈനസ് ഇ എ ബൈ 2.303 ആർ മൈനസ് ഇ എ ബൈ 2.303 ആർ. ഓപ്ഷൻ സിയും ഡിയും ഒരേപോലെ കൊടുത്തിരിക്കുന്ന ആൻസർ രണ്ടും എന്താണ്? ആൻസർ ആണ് സി. ഓൾറെഡി ബോത്ത് ആർ സെയിം ഇൻ ദിസ് കേസ്. മൈനസ് ഇ എ ബൈ 2.303 ആർ ആണ് എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരിക, സ്ലോപ്പ് ആയിട്ട് വരിക. ഇന്റർസെപ്റ്റ് എൽ ഒ ജി എ എന്ന് വരും. ദെൻ സ്ലോപ്പ് മൈനസ് ഇ എ ബൈ 2.303 ആർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത നമ്പർ.
Rate constant, activation energy and Arrhenius parameters of chemical reaction are given. K given ആണ്. Then activation energy A given ആണ്. And Arrhenius parameter A given ആണ്. The value of rate constant on temperature approaches infinity. When temperature approaches infinity എന്നാണ് ചോദിച്ചത്. K is equal to A into e raised to minus EA by RT. ഇവിടെ ടിയുടെ വാല്യൂ ഇൻഫിനിറ്റിയിൽ എത്തിയാൽ ഇഫ് ടി ഈസ് ഈക്വൽ ടു 1 1/t ഈസ് ഈക്വൽ ടു 1 ഇഫ് ടി ഈസ് ഈക്വൽ ടു 0 ഇഫ് ടി ഈസ് ഈക്വൽ ടു 0 1/t ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയാ ശരിയല്ലേ ഇഫ് ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി 1/t ഈസ് ഈക്വൽ ടു 1/infinity 0 1/infinity എന്താ വരിക ഇറ്റ് ഈസ് 0 എന്നാ വരിക okay about t when t approaches infinity so k is equal to a into e raised to minus ea by r by t rt ഇല്ലേ e raised to 0 ആവും ശരിയാണോ okay അല്ലേ so 1/t become it is 0 so minus ea by r into 0 എന്ന് വരും അല്ലേ e raised to 0 means so k is equal to a k is equal to a rate constant become Arrhenius parameter 6.0 into 10 raised to 14. Option B is the answer. Alle? So when 1/t becomes 0, by A by R into 1/t alle, R by t alle. So 1/t infinity means 1/t 0. Up here raised to 0 I, K is equal to AI. മനസ്സിലായല്ലോ? Okay. Next question 29. The value of delta H for the reaction H2Cl2 gives to HCl is minus 44. Delta H minus 44 എന്ന് പറഞ്ഞാൽ exothermic അല്ലേ energy released out ആണ്. If E1 is the activation energy for the forward reaction, E2 for the backward reaction. For an exothermic process, exothermic അല്ലേ yes just like this. What is EA1? This is EA1. Only E1. It is E1 activation for the forward. And this one E2 activation for the backward reaction. Forward E1, backward E2. Now E1 E2 relation since the program is exothermic ആയതുകൊണ്ടാണ് delta H എന്ന് പറഞ്ഞാൽ എന്താണ് വരിക it is E1 minus E2 ആണ് അതിൻ്റെ വാല്യൂ ആണ് -44 എന്ന് പറഞ്ഞാൽ 0.12 ഉണ്ട് എനിവേ ഇവിടെ ആരാ ലാർജ് E2 or E1 E2 larger than E1 E2 larger than E1 അതുകൊണ്ടാണ് ഡെൽറ്റ എച്ച് എന്ത് വരുന്നത് നെഗറ്റീവ് സൈന് വരുന്നത് കേട്ടോ എക്സോതെർമിക് ആയിട്ടിരിക്കുന്നത് ഇവിടെ ആക്ടിവേഷൻ ഫോർ ദ ബാക്ക്വേർഡ് ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഫോർവേഡ് ശരിയല്ലേ Now question number 30 in the reaction of 2N2O5 gives 4NO2 and O2 initial pressure is 500 atm the rate constant K is 3.38 into 10 raised minus 5 after 10 minutes the final pressure of N2O4 is N2O5 is final pressure കണ്ടുപിടിക്കണം നമ്മൾ അവിടെ സോ പ്രോഗ്രാം ഞാൻ പറഞ്ഞുതരാം ഇവിടെ N2O5 അല്ലേ 2N2O5 gives 4NO2 and O2 initial our time t is equal to 0 യിൽ പ്രഷർ എത്രയാ it is 500 atm ആണ് പ്രഷർ 500 atm ആണ് പ്രഷർ ഉള്ളത് it is 0 Now at time t എത്രയാണ് വരുന്നത് ആഫ്റ്റർ 10 മിനിറ്റ് ആണ് ചോദിച്ചത് at time t എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം ഇവിടെ പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവും N2O5 പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവും -x atm കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ -x atm കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ NO2 പ്രഷറോ +2x atm കൂടിയിട്ടുണ്ടാവും ഇയാളോ x/2 atm കൂടിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇവിടെ ആഫ്റ്റർ 10 മിനിറ്റ് ദ പ്രഷർ ഓഫ് N2O5 ആണ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദാറ്റ് ആഫ്റ്റർ 10 അല്ലേ ഇവിടെ 2:4:1 എന്ന് പറഞ്ഞാൽ 1:2:½ ആയിരിക്കും അപ്പം ഞാൻ -x 2x x/2 എന്ന് എഴുതിയത് പക്ഷെ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനീഷ്യലി എത്രയാണ് 500 atm ആണ് ഇപ്പോൾ എത്ര ഉള്ളത് 500 - x atm ആണുള്ളത് 500 - x atm ആണ് ഇപ്പോഴത്തെ പ്രഷർ ഉള്ളത് അതാണ് റിയാക്ടൻറ്റിൻ്റെ അറ്റ് ടൈം ടിയിലേതും അറ്റ് ടൈം 0-യിലെയും പ്രഷറുകൾ എന്ന് പറഞ്ഞാൽ ഇയാൾ 2x ഉണ്ടാവും ഇയാൾ x/2 ഉണ്ടാവും atm ആയിട്ട് നമുക്കതൊന്നും കൂടുതലൊന്നും വേണ്ട നമുക്ക് ഈ രണ്ട് വാല്യൂസ് മതി ഇനീഷ്യലി ഇയാൾ എത്രയുണ്ട് 500 atm ഉണ്ട് ഇയാൾ 500 - x atm ഉണ്ട് Now for a first order reaction we know
The decomposition of N2O5 is first order decomposition. The first order decomposition ആണ് K rate constant K is equal to 2.303 by T into log initial pressure by pressure at time T. ശരിയല്ലേ? The pressure at time T. ടൈം ടിയിൽ പ്രഷർ കൊടുത്താൽ മതി അവിടെ. ഓക്കെ, അപ്പോൾ പി ടോട്ടൽ അല്ല, ദ പ്രഷർ ഓഫ് ദ റിയാക്ടൻ അറ്റ് ടൈം ടി. ഇവിടെ നമുക്ക് കെ അറിയാം, ടി അറിയാം, പി സീറോ അറിയാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം പി ടിയിൽ പ്രഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെയുടെ വാല്യൂ എത്രയാ? 3.38 into 10⁻⁻5 is equal to 2.303 by ടിയുടെ വാല്യൂ എത്ര? ടിയുടെ വാല്യൂ 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 10 into 60 seconds. ദെൻ ലോഗ് പി സീറോ എത്രയാ? ഇറ്റ് ഈസ് 500 ബൈ 500 മൈനസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട. എക്സ് അല്ല, 500 മൈനസ് എക്സിൻ്റെ വാല്യൂ. തൽക്കാലം നമുക്കതിന് ആ പി ടി തന്നെ എഴുതിയാൽ മതി. നമുക്കിത് മാത്രമല്ലേ കണ്ടുപിടിക്കാനുള്ളൂ, വേറെ ഒന്നും കാണാനില്ലല്ലോ. വേറെ ഒന്നും കാണാനില്ല. ടോട്ടൽ പ്രഷർ കാണണമെങ്കിൽ നമ്മുടെ എക്സ് കാണണം. എക്സ് കിട്ടി നമുക്ക് എന്ത് ചെയ്യാം? അത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സോ ടോട്ടൽ പ്രഷർ ഒന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രഷർ അറ്റ് ടൈം ടി ഫോർ ദ റിയാക്ടർ ഫൈനൽ പ്രഷർ ഓഫ് N2O5 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ N2O5ൻ്റെ ഫൈനൽ പ്രഷറാണ് വേണ്ടത്, പി ടി അല്ലേ? പ്രഷർ ഓഫ് ദ N2O5 അറ്റ് ടൈം ടിയിൽ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഫ്രം ദിസ് ലോഗ് 500 ബൈ പ്രഷർ അറ്റ് ടൈം ടി ഫോർ ദ റിയാക്ടൻ്റ് ഇസ് ഈക്വൽ ടു 3.38 into 10⁻⁻5 into 10 into 60 divided by 2.303. ഇനി സോൾവ് ചെയ്യാം. Now what is log A by B? Log 500 minus log P total. അങ്ങനെ സോൾവ് ചെയ്തോളൂ. ഇനി എൻ്റെ ഹെൽപ്പ് ആവശ്യം ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് പ്യൂർ കാൽക്കുലേഷൻ ആണ്. ലോഗ് 500 ബൈ പി ടോട്ടൽ മീൻസ് എന്താണ്? ഈ വാല്യൂ കിട്ടിയതിന് ശേഷം അതിനെ ആൻറ്റി ലോഗ് ചെയ്താൽ മതി. അത് കിട്ടിയിട്ട് എന്ത് ചെയ്യുക? 500 ബൈ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ കിട്ടുന്ന വാല്യൂനെ ആൻറ്റി ലോഗ് ചെയ്യുക. ആൻറ്റി ലോഗ് ചെയ്യുക ഓഫ് ദിസ് വാല്യൂ എന്ന് വരും. From this we'll get to the P pressure of the N2O5 at a time T. It is 490 atm എന്ന് വരും. സോ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. സോ 3 സ്റ്റെപ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വാല്യൂ കണ്ടുപിടിക്കണം. 3.38 into 10 into 60 by 2.303 വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആൻറ്റിലോഗ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 500 ബൈ പി ടോട്ടലിൻ്റെ പി ടോട്ടൽ അല്ല പ്രഷർ ടൈം ടി കിട്ടും. ഫ്രം ദാറ്റ് 500 ബൈ ദാറ്റ് വാല്യൂ കൊടുത്താൽ പ്രഷർ ടൈം ടി കിട്ടും. ഇറ്റ് ഈസ് 490 വിൽ ബി ദി ആൻസർ. ചെക്ക് ചെയ്തു കിട്ടുന്നുണ്ടോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 31. The rate for the reaction sucrose plus water gives glucose and fructose given by. ഇവിടെ ഹൈഡ്രോളൈസിസ് അല്ലേ, വാട്ടർ റിയാക്ടൻ്റ് അല്ലേ. സോ ഇവിടെ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സൂക്രോസ് ഇൻറ്റു വാട്ടർ വേണോ വേണ്ടെന്നുള്ളതാണ്. ഇവിടെ സൂക്രോസിൻ്റെ കേസ് നമ്മൾ എന്ത് ചെയ്യും? പവർ 1 കൊടുക്കും, വാട്ടറിന് 0 കൊടുക്കും. ഇറ്റ് ഈസ് 0 ഓർഡർ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. വൈ? വാട്ടർ പ്രസൻറ്റ് ഇൻ എക്സസ് ക്വാണ്ടിറ്റി ആണ്. When a reactant or a component present in excess quantity, its concentration will not change with the time. So what is rate? Change in concentration by time ആണ്. For those that present in excess quantity, their concentration will not change. That means they have no role on, no contribution to the overall rate of the reaction. ഒരു റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നില്ലെങ്കിൽ ആൾക്ക് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. രണ്ട് സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുക? റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക. ഒന്ന് അയാൾ എക്സസ് ആയി കഴിഞ്ഞാൽ, രണ്ട് പ്യുവർ സോളിഡ്സും പ്യുവർ ലിക്വിഡ്സിൻ്റെ കേസിൽ. സോ പ്യുവർ സോളിഡ്, പ്യുവർ ലിക്വിഡ്, അതുപോലെ തന്നെ എക്സസ് കോമ്പണൻറ്റ്, ഈ 3 സിറ്റുവേഷനിൽ എന്താണ്? കോൺസെൻട്രേഷന് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. സോ പവർ 0 വരും. നമ്മൾ അതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ അല്ലേ? എക്സ്പെക്റ്റഡ് ടു ഫോളോ ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ ഓർ ലോവർ ഓർഡർ, കോൾഡ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. Option B is the answer. Now 32. The reaction to NO plus O2 is to NO2 is of first order reaction പറയുന്നത്. ഏതാണ്? ഫസ്റ്റ് ഓർഡർ ആണ്. If the volume of reaction vessel is reduced to 1/3, the rate of reaction would be. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ എന്ന് പറയാം. കോൺസെൻട്രേഷൻ റേസ് ടു എത്രയെങ്കിലും ആയിക്കോട്ടെ, അല്ല ഇറ്റ് ഈസ് 1 ആയിരിക്കും, അത് ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇഫ് ദി റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ, റിയാക്ഷൻ എന്തെങ്കിലും ആവട്ടെ, ഇറ്റ് ഈസ് ഫോളോയിങ് ഫസ്റ്റ് ഓർഡർ എന്നാണ് പറയുന്നത്. വോളിയം ഓഫ് ദ റിയാക്ഷൻ വെസൽ ഈസ് റെഡ്യൂസ്ഡ് ടു 1/3. വെൻ വോളിയം ഈസ് റെഡ്യൂസ്ഡ് ടു 1/3, കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ബൈ thrice more അല്ലേ. സോ വോളിയം റെഡ്യൂസ്ഡ് ടു 1/3, വോളിയം ടു V/3.
സോ മൊളാരിറ്റി ബിക്കം കോൺസെൻട്രേഷൻ ബിക്കം 3C ആയിട്ട് മാറും 3C അല്ലേ. അപ്പോൾ what is R2 it is K into കോൺസെൻട്രേഷൻ ആയിട്ട് മാറും അതിൻ്റെ ത്രൈസ് ആയിട്ട് മാറും. സോ what is R2 by R1 R2 by R1 is equal to it is 3 എന്ന് വരും. ഇറ്റ് ബിക്കം ത്രൈസ് 3 ടൈംസ് ആയിട്ട് മാറും. ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് വോളിയം 1/3 ആയി ചുരുക്കിയാൽ കോൺസെൻട്രേഷൻ ത്രൈസ് ആവുന്നത് കൊണ്ട് ഫസ്റ്റ് ഓർഡറിൽ റേറ്റ് കോൺസെൻട്രേഷൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ ബിക്കം ട്രിപ്പിൾഡ് അല്ലേ, അപ്പോൾ റേറ്റ് ആൾസോ ട്രിപ്പിൾഡ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ 33. Which of the following contributes towards extra stability of lyophilic colloid? ലയോഫിലിക്കിൻ്റെ കേസ് സ്റ്റെബിലിറ്റി ഇസ് ഡ്യൂ ടു ഹൈഡ്രേഷൻ ആണ്. ലയോഫോബിക്കിലാണെങ്കിലോ there is no hydration, they are less stable, they can be stabilized by charge. So lyophobically charge only stabilization. ലയോഫോബിക്കിൻ്റെ കേസ് എന്താണ്? ചാർജ് മാത്രമാണ് സ്റ്റെബിലൈസേഷൻ, ചാർജ് ഓൺലി സ്റ്റെബിലൈസേഷൻ. ലയോഫിലിക് ആണെങ്കിലോ ലയോഫിലിക്കലി ഇറ്റ് ഈസ് ഹൈഡ്രേഷൻ ആസ് വെൽ ആസ് ഹൈഡ്രേഷൻ ആൻഡ് ചാർജ്. അതിൽ ഹൈഡ്രേഷൻ മാൻഡേറ്ററി ആണ്, ചാർജ് ഓപ്ഷണലാണ്. ചാർജ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഉണ്ടെങ്കിൽ ഡുവൽ സ്റ്റെബിലിറ്റി ആയി, ചാർജ് ഇല്ലെങ്കിൽ ഹൈഡ്രേഷൻ ഓൺലി എഗെയിൻ സ്റ്റേബിൾ തന്നെയാണ്. സോ ലയോഫിലിക് ആർ എക്സ്ട്രാ സ്റ്റേബിൾ ഡ്യൂ ടു DP-DM ഇൻട്രാക്ഷൻ, ദാറ്റ് ഇസ് ലവ് അല്ലെങ്കിൽ സോൾവേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എന്നൊക്കെ വിളിക്കാം. ആൻഡ് അഡീഷണലി ചാർജും ഉണ്ടാവാം. ബട്ട് ലയോഫോബിക്കിൽ എന്തില്ല, ഹൈഡ്രേഷൻ ആബ്സെൻ്റ് ആണ്, അവിടെ ചാർജ് മാത്രമാണ് സ്റ്റെബിലൈസിങ് ക്വാളിറ്റി ആയിട്ട് വരുന്നത്. കേട്ടല്ലോ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 34. Which of the following methods is used for salt destruction? Destruction means coagulation ആണ്. ഏതാണ്? coagulation. So coagulation യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ കൊയാഗുലേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ അതിലൊന്ന് കണ്ടൻസേഷൻ അല്ല, ഡയാലിസിസിൽ നമുക്ക് പ്രൊലോങ്ഡ് ഡയാലിസിസ് കൊടുക്കാം. ഡയാലിസിസ് പോരാ, പ്രൊലോങ്ഡ് ഡയാലിസിസ് വേണം. ഡിഫ്യൂഷൻ ത്രൂ ആനിമൽ മെംബ്രെയിൻ ഒരു കോമൺ മെത്തേഡ് യൂസ് ചെയ്യാറില്ല. ഇറ്റ് ഈസ് അഡിഷൻ ഓഫ് ഓൺ ഇലക്ട്രോലൈറ്റ് ഈസ് ബെറ്റർ ആൻഡ് ഫാസ്റ്റർ വേ ഓഫ് ഡിസ്ട്രക്റ്റിംഗ് എ കൊളോയിഡൽ സോള്. കൊയാഗുലേഷൻ, അഡിഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. മനസ്സിലായോ? ഇനി 35. Which of the following statements are correct? Gelatin, salt, if evaporated, of it can be re-obtained by simply by mixing gelatin. Gelatin ജെല്ലാണ്, ജെൽ ടൈപ്പ് ആണ്, സോളിഡ് ഇൻ ലിക്വിഡ് അല്ല, ലിക്വിഡ് ഇൻ സോളിഡ് ടൈപ്പ് ആണ്. ലിക്വിഡ് ഇൻ സോളിഡ് ടൈപ്പ് ആണ് ജെൽ എന്ന് പറഞ്ഞാൽ. സോ ജെലാറ്റിൻ്റെ കേസ് എന്താണ്? ഇറ്റ് ഇസ് ലയോഫിലിക് ആണ്. ലയോഫിലിക് സോൾസ് ആർ റിവേഴ്സിബിൾ സോൾ ആണ്. യു ക്യാൻ റീമിക്സ് ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അവിടെ സോൾവെന്റ് വേപ്പറൈസ് ചെയ്ത് പോയി കഴിഞ്ഞാലും തിരിച്ച് സോൾവെന്റ് ആഡ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? അവർ തിരിച്ച് വീണ്ടും എന്തൊക്കെ മാറ്റാം? കൊളോയിഡാക്കി മാറ്റാം. സോ സോൾ ഈസ് ഇവാപ്പറേറ്റഡ് ഓഫ് ക്യാൻ ബി റീ ഒബ്റ്റൈൻഡ് ബൈ സിംപ്ലി ബൈ മിക്സിംഗ് ജെലാറ്റിൻ. ഓക്കെ, പിന്നെയോ അപ്പോൾ സ്യൂട്ടബിൾ DP ആഡ് ചെയ്യാം, എന്നിട്ട് DM ആഡ് ചെയ്യാം, അഗെയിൻ മിക്സ് ചെയ്യാം. ഇനി അപ്പോൾ 1 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 2 മെറ്റൽ സൾഫൈഡ് സോൾസ് നീഡ് സ്റ്റെബിലൈസിങ് ഏജന്റ്. ശരിയല്ലേ? മെറ്റൽ സൾഫൈഡ് ഏതാണ്? ലയോഫോബിക് ആണ് ഫോം ചെയ്യുക, മൾട്ടി മോളിക്കുലർ ആണ്, റിക്വയർ സ്റ്റെബിലൈസിങ് ഏജന്റ് ലൈക്ക് പെപ്റ്റൈസിങ് ഏജന്റ്സ് വേണം, പെപ്റ്റൈസിങ് ഏജന്റ് വേണം. ഓക്കെ, കറക്റ്റ് ആണ്. SIT ബീയിങ് മാക്രോ മോളിക്യൂൾ, SIT മാക്രോ മോളിക്യൂൾ അല്ല, ഇറ്റ് ഈസ് മൾട്ടി മോളിക്കുലർ തന്നെയാണ് ഫോം ചെയ്യുക. മാക്രോ മോളിക്കുലർ ആവണമെങ്കിൽ പോളിമറിക് സ്ട്രക്ചേഴ്സ് വേണം. 1000-2000 ആറ്റംസ് കൂടിയതാണ് മാക്രോ മോളിക്യൂള്. പോളിമർ, സ്റ്റാർച്ച്, അതല്ലെങ്കിൽ പ്രോട്ടീൻസ് 1000-2000 ആറ്റംസ് കൂടിയിട്ടുണ്ടാവും ഒരു മോളിക്യൂൾ തന്നെ. SIT എന്തല്ല, മാക്രോ മോളിക്കുലർ അല്ല, ഇറ്റ് ഇസ് മൾട്ടി മോളിക്കുലർ കൊളോയിഡാണ് ഫോം ചെയ്യുക. സോ 3 റോങ് ആണ്. ദെൻ സ്റ്റാർച്ച് ആൻഡ് പ്രോട്ടീൻസ് ആർ നാച്ചുറൽ, വെറാസ് പോളിത്തീൻ ആൻഡ് പോളിസ്റ്റൈറീൻസ് ആർ മാൻമെയ്ഡ് മാക്രോ മോളിക്യൂൾ. കറക്റ്റ് അല്ലേ? പോളിമേഴ്സ് ശരിയാണ്, നാച്ചുറൽ പോളിമറും സിന്തറ്റിക് പോളിമറും. നൗ മിസെല്ലെ ആർ ഫോംഡ് എബവ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ശരിയാണല്ലോ. അറ്റ് എനി കോൺസെൻട്രേഷൻ തെറ്റാണ്. അറ്റ് CMC മാത്രമേ ഫോം ചെയ്യും, CMC വേണം. ക്രാഫ്റ്റ് എബവ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് അഗെയിൻ CMC ആൾസോ റിക്വയർഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കണ്ടേ? ആൻസർ ആയിട്ട് നമുക്ക് 1 കറക്റ്റ്, 2 കറക്റ്റ്, 4 കറക്റ്റ്, 5 തെറ്റാണ്. 1, 2, 4 കറക്റ്റ്,
3 and 5 wrong statement. Okay അല്ലേ? Now 36. Which of the following is not true for lyophobia soul? Lyophobia soul. It can be easily solved. തെറ്റാണ്. ലയോഫോബിക്കിൽ എന്തില്ല? സോൾവേഷൻ ഇല്ല. ഓപ്ഷൻ A. It carries charge. Then only they can be stabilized. The coagulation of this soul is irreversible in nature. Yes, once coagulated, they cannot be reversed back. It is less stable in a solvent. ശരിയല്ലേ? So option A is wrong. Cannot be easily solvated. ഇനി arsenic sulfide has negative charges. Negative soul ആണ്. Capacity to precipitate it is highest. Capacity to precipitate it is highest in. ഇവിടെ നോക്കൂ, നെഗറ്റീവ് സോൾ അല്ലേ? ടു precipitate require positively charged ions. So highest capacity, പെട്ടെന്ന് precipitate ആവുക. ഫാസ്റ്റ് precipitation മീൻസ് ഏതിനാ വരിക? AlCl3 വിത്ത് അലുമിനിയം 3+ ആണ് ചാർജ് വരുന്നത്. സോ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. സോഡിയം ഫോസ്ഫേറ്റിൽ അവിടെ മറ്റൊരു ചെയിൻ ഉണ്ട്, 3Na+ ഉണ്ട്, അതും അതുപോലെ തന്നെയാണ്. കാൽസ്യത്തിൽ 2+ ഉള്ളൂ. ഇവിടെ Cl2SO4. സോ സംവാട്ട് ഡിഫറെൻറ്റ് റോങ്ലി ടൈപ്പ് ഐ തിങ്ക്. ദെൻ ഇവിടെ അലുമിനിയം 3+ ഈസ് ട്രൈവാലൻ്റ് പോസിറ്റീവ് ആണ്. അലുമിനിയം 3+ഉം സോഡിയം ഫോസ്ഫേറ്റും രണ്ട് ഈക്വൽ തന്നെ കേട്ടോ. രണ്ടിനകത്തും ഈക്വൽ എമൗണ്ട് ആണ് 3+ ഉള്ളത്. പക്ഷേ സിമ്പിൾ അയോൺസിന് ചോദിക്കുകയാണെങ്കിലോ അലുമിനിയം 3+ ആണോ Na+ ആണോ ബെസ്റ്റ്? ഇറ്റ് ഈസ് അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയാം. ബട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് അലുമിനിയം ക്ലോറൈഡിന് സോഡിയം ഫോസ്ഫേറ്റ് ഉണ്ടെങ്കിലോ അത് രണ്ടിനകത്തും എന്താണ് ഈക്വൽ എമൗണ്ട് ആണ് പോസിറ്റീവ് ക്വാണ്ടിറ്റി ഉള്ളത്. ഇഫ് യു ടേക്ക് 1 mole അലുമിനിയം ക്ലോറൈഡ് ആൻഡ് 1 mole സോഡിയം ഫോസ്ഫേറ്റ് ബോത്ത് കണ്ടെയ്ൻ 3 moles ഓഫ് പോസിറ്റീവ് ചാർജ്. സോ ബോത്ത് ആർ ഈക്വലി പവർഫുൾ ആയിരിക്കും. ഇവിടെ ഒരു സിംഗിൾ അയോണിൻ്റെ പവർ ചോദിച്ചാലോ അലുമിനിയം 3+ ഈസ് പവർഫുൾ ദാൻ സോഡിയം പ്ലസ് എന്ന് പറയേണ്ടി വരും. ഇവിടെ അലുമിനിയം ക്ലോറൈഡ് ആണോ സോഡിയം ഫോസ്ഫേറ്റ് ആണോ ബെറ്റർ? ബോത്ത് ആർ ഈക്വലി യൂസ്ഫുൾ, ഈക്വലി സ്ട്രെങ്ത് ആണ് വരിക. 38. A solid act on an adsorbent because it has solid acts on an adsorbent because definite shape അല്ല, സ്മോൾ പോർസ്, അൺസാച്ചുറേറ്റഡ് വാലൻസീസ് ആണ്. കാറ്റലിസ്റ്റ് നമ്മളെങ്ങനെ പറയാ? കണ്ടെയ്നിങ് അൺസാറ്റിസ്ഫൈഡ് വാലൻസീസ് ഉണ്ടാവും ഓൺ വിച്ച് ദ adsorbate can get adsorbed. Adsorbent contain fixed number of active site or unsaturated valencies with which the adsorbate get adsorbed. So can act as adsorbent because it has unsaturated valencies on which they can adsorb the adsorbate. 39. When the temperature is lowered and pressure is raised, the adsorption of gas and solid. Temperature lowered. Temperature കുറഞ്ഞാൽ adsorption കൂടും, ശരിയല്ലേ? And pressure raised. So again adsorption കൂടും. So your adsorption increases. Adsorption increase. കാരണം adsorption എക്സോതെർമിക് ആണ്. ടെമ്പറേച്ചർ കുറഞ്ഞാൽ adsorption കൂടും, ടെമ്പറേച്ചർ കൂടിയാൽ adsorption കുറയും. ആൻഡ് അഗൈൻ adsorption ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. സോ പ്രഷർ കൂടണം, ടെമ്പറേച്ചർ കുറയണം ഫോർ ബെറ്റർ സ്ട്രോങ്ങർ adsorption. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1. ഫോർ ഈച്ച് 10-degree rise of temperature, the specific rate constant nearly doubled. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള കൈനറ്റിക്സിലെ അരിനിസ് തിയറിക്ക് തൊട്ട് മുന്നിട്ട് പഠിച്ചിട്ടുള്ളത് ഫോർ എവറി 10-degree rise in temperature rate constant almost doubled എന്ന് പറയും. റീസൺ സ്റ്റേറ്റ്മെന്റ് 2. എനർജി വൈസ് ഡിസ്ട്രിബ്യൂഷൻ rate of collision of molecule in a gas is an experimental function of temperature. But as temperature increases, we can simply say energy wise distribution is a function of temperature. As temperature increases, the fraction of molecules with energy is equal to or more than activation energy increased. ശരിയല്ലേ? So correct explanation ആണ്. Both are correct and correct explanation. So statement 2 is correct explanation. Option A is the answer. ഇവിടെ നമുക്കറിയാം മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ കർവുണ്ട്. അവിടെ നമുക്കറിയാം as temperature increases, the fraction of molecules with a high energy or energy threshold energy or activation energy increases. Lower energy പാർട്ടിക്കിളുടെ ഫ്രാക്ഷൻ കുറയുകയും ചെയ്യും. ഡിസ്ട്രിബ്യൂഷൻ കർവ് നോക്കിയാൽ മതി. ഓർമ്മയില്ല? ഗ്രാഫ് ഓർമ്മല്ലേ? ജസ്റ്റ് ലൈക്ക് ദിസ്. നൗ ടെമ്പറേച്ചർ റൈസ് ചെയ്താൽ ഇതാണ് ആക്ടിവേഷൻ എങ്കിൽ ആക്ടിവേഷൻ എനർജി ഉള്ള ആളുടെ എണ്ണം ആദ്യം എത്രയായിരുന്നു? T1. T2ലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ നമ്പർ വീണ്ടും കൂടിയിട്ടുണ്ടാവും. സോ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത്
high energy or activation energy increases, threshold energy increases, thereby they can leads to effective collisions and reaction product formation. മനസ്സിലായില്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് സോൾവ് ചെയ്ത് നമ്മൾ ചില ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞില്ല, ബട്ട് സ്റ്റെപ്സ് അതിൽ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാം. കേട്ടല്ലോ? പഠിക്കുക, നല്ലപോലെ പഠിക്കുക. എക്സാമിൽ അടിപൊളിയൊക്കെ എഴുതണം. കേട്ടല്ലോ? ഓക്കെ, ദെൻ ബൈ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.